ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത സപ്താഹത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായം 32-ാമത്തെ ശ്ലോകമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഉപജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗോപൈർമഖേ പ്രതിഹതേ വ്രജവിപ്ലവായ ദേവേ അവിഭർഷതി പശൂൻ കൃപായ രിരിക്ഷു. ധർത്തേ ചലീന്ദ്രമിവ സപ്തദിനാനി സപ്തവർഷോ മഹീന്ദ്രമനഘൈകരീ സലീലം. വൃന്ദാവനത്തിലെ ഗോപാലകർ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സ്വർഗരാജാവ് ഇന്ദ്രന് യജ്ഞം നടത്തുന്ന അവസാനിപ്പിച്ചു. ഇതിൽ ശുഭിതനായി തീർന്ന ഇന്ദ്രൻ വ്രജഭൂമിയിലെ സമസ്ത അസ്തിത്വങ്ങളും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി 7 ദിവസം തുടർച്ചയായി കനത്ത മഴ വർഷിച്ചുകൊണ്ട് വ്രജഭൂമിയിലെ നിവാസികളെ ഭയപ്പെടുത്തി. കേവലം 7 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുവെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ വ്രജനിവാസികളോടുള്ള അദ്ദേഹത്തിൻ്റെ ഹൈതുക കൃപയാൽ ഗോവർദ്ധന പർവ്വത്തെ ഒറ്റക്കൈയിൽ ഒരു കുടയെന്ന പോലെ ഉയർത്തി നിർത്തി. പക്ഷി മൃഗാദികളെ ജലത്തിൻ്റെ കടന്നാക്രമണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവണ്ണം പ്രവർത്തിച്ചത്. 33-ാമത്തെ ശ്ലോകം. ക്രീഡൻ വനേ നിശീ നിശാകരരശ്മി ഗൗര്യാം രസോന്മുഖ കപ്ലധായതു മൂർച്ഛദീന ഉദ്ദീപിത സ്മരരാരുജാം വ്രജമൃത്യുധൂനാം ഹർത്തുർഹരിഷ്യതി ശിരോധനധാനുഗസ്യ. ആനന്ദിപ്പിക്കുന്നതും ശ്രുതി മനോഹരമായ സംഗീതത്താൽ വൃന്ദാവനവാസികളുടെ പത്നിമാരുടെ കാമാസക്തിയെ ഉദ്ദീപിച്ചുകൊണ്ട് വൃന്ദാവനത്തിലെ കാനനത്തിൽ ഭഗവാൻ രാസലീലകൾ ഒഴുകിയിരുന്നപ്പോൾ സ്വർഗത്തിൻ്റെ ഭണ്ഡാരാധിപതി കുബേരൻ്റെ ധനാഢ്യനായ അനുയായിയായ ശംഖചൂഡൻ എന്ന പേരായ ഒരു അസുരൻ വ്രജകന്യമാരെ അപഹരിക്കാൻ ഭഗവാൻ അവൻ്റെ ശിരസ് ഛേദിച്ചു. ഭഗവാൻ ചെയ്ത ഓരോ ലീലകളെക്കുറിച്ച് പറയുകയാണ്. ഏചാ പ്രലംബകരാദർദുരകേശ്യരിഷ്ട മല്ലേഭകം സയവന കവിപണ്ഡ്രഗാധ്യ അന്യേ ച ശാലുകുജ ബൽവല ദന്തവക്ത്രസ്പദോക്ഷശംബര വിദൂരഥോ രുക്മിമുഖ്യ യേവാമൃധേ സ്മിതശാലിനാദപചാഭ കാംബോജമത്സ്യ കുരു സൃഞ്ജയ കൈകയ്യാധ്യ യാസിന്ധ്യർശനമൂലം ബലപാർത്ഥവിഭാവ്യാജാഹ്വേന ഹിരണനീലയം തദീയം. പ്രലംബൻ, ധേനുകാസുരൻ, ഭഗൻ, കേശി, അരിഷ്ടൻ, ചാണൂരൻ, മുഷ്ടികൻ, കുവലപീഠ ഗജവീരൻ എന്ന മതയാന, കംസൻ, യവൻ, നരകാസുരൻ, പൗണ്ഡ്രകൻ എന്നിവരെ പോലുള്ള എല്ലാ അസുരന്മാരും, ശാൽവൻ, ദ്വിവിധൻ എന്ന മർക്കടൻ, ബാല്വലൻ, ദന്തവക്രൻ, സപ്താക്ഷൻ, ശംബരൻ, വിധുരതൻ, രുക്മി എന്നീ മഹാസേനാധിപതിമാരും, കാംബോജം, മാത്സ്യം, കുരു, സൃഞ്ജയം, കേകയം എന്ന രാജ്യങ്ങളുടെ മഹായോദ്ധാക്കളും എല്ലാം ഭഗവാൻ ഹരിയുമായി നേരിട്ടോ അല്ലെങ്കിൽ ബലരാമൻ, അർജുനൻ, ഭീമൻ ഇത്യാദി നാമങ്ങൾക്ക് കീഴെ അദ്ദേഹമായ വീര്യത്തോട് പോരാടുമായിരുന്നു. രാക്ഷസന്മാർ അപ്രകാരം വധിക്കപ്പെടുമ്പോൾ നിരാകാര ബ്രഹ്മജ്യോതിയോ അല്ലെങ്കിൽ വൈകുണ്ഠ ലോകങ്ങളിലോ അദ്ദേഹത്തിൻ്റെ സ്വധാമത്തിലോ അവർക്ക് പ്രാപ്തമാകുമായിരുന്നു. ഏത് രീതിയിൽ മരിച്ചാലും അതെല്ലാം ഭഗവാന്റെ തന്നെ ശക്തികൾ കൊണ്ട് തന്നെയാണ്. ഒന്നീ സ്വയം ഭഗവാനാൽ തന്നെ അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തികളാൽ. ഭീമൻ വധിച്ചാലും അർജുനൻ വധിച്ചാലും അതെല്ലാം ഭഗവാന്റെ തന്നെ ശക്തി കൊണ്ട് തന്നെയാണ്. കാലേന മീലിതയാമോരുഷ്യനൃണാം സ്തോകായുഷാം സ്വനിഗമേ ഭത ദൂരപാര ആവിർഹിതസ്ത്വനുയുഗം സഹി സത്യവത്യാം വേദദ്രുമം വിളപശോ വിഭജിഷ്യതി സ്മ. ഭഗവാൻ സ്വയം സത്യവതിയുടെ പുത്രനായ അവതാരത്തിൽ വ്യാസദേവൻ രചിച്ച വേദഗ്രന്ഥങ്ങൾ അല്പായുസുക്കളായ അല്പബുദ്ധികളായ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ
അത്യന്തം പ്രയാസകരമാണെന്ന് പരിചിന്തിക്കുകയും അപ്രകാരം അതാത് കാലഘട്ടത്തിനനുസരിച്ച് വേദജ്ഞാന വൃക്ഷത്തെ വിഭിന്ന ശാഖകളായി വിഭജിക്കുകയും ചെയ്തു. ദേവദിശാം നിഗമവർത്മനി നിഷ്ഠിതാനാം പൂർഭിർമയേന വിഹിതാഭിരദൃശ്യദുർഭി ലോകാൻ കൃതാം മതിവിമോഹമിതി പ്രലോഭം വേഷം വിധായ ബഹുഭാഷിത ഔപധർമ്മ്യം. അധർമ്മികൾ വേദശാസ്ത്രജ്ഞാനത്തിൽ അതിനിപുണരായ ശേഷം മഹാശാസ്ത്രജ്ഞനായ മയനാൽ അതിവിദഗ്ധമായ നിർമ്മാണം ചെയ്യപ്പെട്ട ആകാശത്തിൽ അദൃശ്യമായി ദ്രുതഗമനം ചെയ്തുകൊണ്ട് വിഭിന്ന ഗ്രഹങ്ങളുടെ നിവാസികളെ ഉന്മൂലനം ചെയ്യുമ്പോൾ ഭഗവാൻ സ്വയം ആകർഷകമായ ശ്രീബുദ്ധനെ അവതരിച്ചുകൊണ്ട് അവരെ മതിഭ്രമത്തിൽ ആഴ്ത്തുകയും ഉപമതത്വങ്ങളെക്കുറിച്ച് പ്രഭാഷിക്കുകയും ചെയ്യും. അന്നേരം മയനെ പോലുള്ള പല രീതിയിലുള്ള ശാസ്ത്ര ഗവേഷണങ്ങളൊക്കെ നടത്തി നിരീശ്വരവാദം പ്രചരിപ്പിക്കുമ്പോൾ നിരീശ്വരവാദപരമായിട്ട് പ്രവൃത്തികളും ഭഗവാൻ ആ ഒരു ശ്രീബുദ്ധനായി അവതരിച്ചുകൊണ്ട് അതിനു മുമ്പായിട്ട് ബ്രാഹ്മണർ അവരുടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് ശ്രീബുദ്ധ ഭഗവാന്റെ അവതാരം. യരിഹായലേയശ്വപി സദാം ന ഹരേ കഥാ സ്യോ പാഷണ്ഡിനോ ദ്വിജനോ വൃഷളാനിദേവ സ്വാഹ സ്വധാ വഷഡിതി സ്മ ഗിരോ നയത്ര ശാസ്ത ഭവിഷ്യതി കലേർഭഗവാൻ യുഗാന്തേ. അനന്തരം കലിയുഗാന്ത്യത്തിൽ ബഹുമാന്യരായ മഹാനുഭാവന്മാരും ഋഷികളും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരുടെയും വസ്തിയിൽ പോലും ഈശ്വര സംബന്ധമായ പ്രകരണങ്ങൾ അഥവാ ഭഗവത് വിഷയങ്ങൾ കാണപ്പെടാത്തപ്പോൾ ഭരണാധികാരം നീചകുലജാതരായ ശൂദ്രന്മാർ അല്ലെങ്കിൽ അവരെക്കാൾ താഴ്ന്നവർ തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിമാരുടെ കൈകളാകുമ്പോൾ വാക്കുകളിൽ പോലും യജ്ഞസംബന്ധിയായ സാങ്കേതികതയെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയാത്ത ആ കാലത്ത് ഭഗവാൻ പരമശാസകനായി അവതരിക്കും. കൽക്കിയായിട്ട് 39 ശ്ലോകം. സർഗേ തപോഹം ഋഷയോ നവയേ പ്രജേഷയ സ്ഥാനേ തധർമ്മമഹനമരാവിനീശ അന്തേ ത്വധർമ്മ ഹരമന്യോവശാസുരാധ്യ മായാവിഭൂതിയ ഇമാ പുരുഭക്തിഭാജ. സൃഷ്ടിയുടെ ആരംഭത്തിൽ തപസ്യ ഞാൻ ബ്രഹ്മാവ് ഉൽപ്പത്തിയാകുന്ന മഹാഋഷികൾ പ്രജാപതിമാർ എന്നിവരെല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് സൃഷ്ടിയുടെ പരിപാലന വേളയിൽ ഭഗവാൻ വിഷ്ണു, നിയന്ത്രണാധികാരങ്ങളോട് കൂടിയ ദേവന്മാർ, വിഭിന്ന ലോകങ്ങളിലെ രാജാക്കന്മാർ എന്നിവരെല്ലാം ഉണ്ടായി. എന്നാൽ അന്ത്യത്തിൽ അധർമ്മം, അനന്തരം മഹാദേവൻ, കോപത്തിന് അടിമപ്പെട്ട അധർമ്മികൾ ഇത്യാദികളെല്ലാം ഉണ്ടായി. അവരെല്ലാവരും പരമാധികാരിയായി ഭഗവത് ഭക്തിയുടെ വ്യത്യസ്തങ്ങളായ പ്രതിനിധീഭൂതങ്ങളായ ആവിഷ്കാരങ്ങളാണ്. ഇതെല്ലാം ഭഗവാന്റെ തന്നെ സൃഷ്ടിയുടെ ഭാഗമാണ് എന്ന് പറയുന്നു. ആ സൃഷ്ടിയുടെ ആ ഒരു ക്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വിഷ്ണോർണുവിരുവീരഗണാനാം കഥമോർഹദീഹ യേ പാർത്ഥിവാന്യപി കവിർവിമവീരചാംസി തസ്മൈ ഭയാസ്വരഹസാ സ്ഖലദാത്രിപുഷ്ടാം യസ്മാത് ത്രിസാമ്യ സദാനാധുരൂകമ്പയാനം. വിഷ്ണു ഭഗവാന്റെ വീരസാഹസിക തത്വങ്ങളെക്കുറിച്ച് പൂർണ്ണമായി വിശദമാക്കുവാൻ ആർക്കാണ് കഴിയുക? പ്രപഞ്ചത്തിലെ കടികളെ നിർണ്ണയിക്കാൻ കഴിഞ്ഞേക്കാവുന്ന മഹാശാസ്ത്രജ്ഞന് പോലും അത് സാധ്യമല്ല തന്നെ. എന്തുകൊണ്ടെന്നാൽ ത്രിവിക്രമ രൂപത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളും നിഷ്ക്രിയാവസ്ഥയിൽ വർത്തിക്കുന്ന സത്യലോകം വരെ അനായാസേന സ്വന്തം പാദങ്ങളെ ചലിപ്പിച്ചത് അദ്ദേഹം മാത്രമാണ്. അപ്രകാരം സർവവും ചലിപ്പിക്കപ്പെട്ടു. 41 ശ്ലോകം. നാദം വിദാമ്യഹമമീ മുനയോ അഗ്രജാസ്ഥേ മായാബലസ്യ പുരുഷസ്യ കുതോ അവരയേ ഗായൻ ഗുണാൻ ദശശതാനനാദിദേവ ശേഷോധുനാഭി സമവസ്യതി നാസ്യഭാരം. എനിക്കോ താങ്കൾക്കോ മുമ്പ് ജനിച്ച എല്ലാ ഋഷിമാർക്കോ പരമദിവ്യോത്തമ പുരുഷൻ്റെ അനന്ത വ്യക്തിത്വത്തെക്കുറിച്ച് പൂർണ്ണമായി അറിവില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ശേഷം ജനിച്ച മറ്റുള്ളവർക്ക് എങ്ങനെ സാധ്യമാകും? ശേഷൻ എന്നു പേരായ ഭഗവാന്റെ പ്രഥമാവതാരം സഹസ്ര ശിരസ്സോടുകൂടി ഭഗവത് ഗുണങ്ങളെ വിവരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ജ്ഞാനത്തിൻ്റെ സീമയിൽ എത്തിപ്പെടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് ബ്രഹ്മദേവൻ പറയുകയാണ്. യേഷാം സയേഷ ഭഗവാൻ ദയായേതനന്ദ സർവാത്മനാശ്രിതാപദോ യതി നിർവിലീകം തേ ദുസ്തരാമതിരന്തി ച ദേവമായാം നൈഷാ മമാഹിമിതി ധീശ്വശ്രഗാലഭക്ഷ്യേ. എന്നാൽ ഭഗവത് സേവനത്തിന് സർവാത്മന സമർപ്പിക്കുക വഴി പരമോന്നത ഭഗവാൻ
പരമദിവ്യോത്തം പുരുഷൻ്റെ സവിശേഷ പ്രീതിക്ക് പാത്രമാകുന്ന ആർക്കും മായ അഥവാ മിഥ്യ എന്നുമെല്ലാം സാധ്യമല്ലാത്ത സാഗരത്തെ തരണം ചെയ്യാനും ഭഗവാനെ മനസ്സിലാക്കാനും കഴിയും. എന്നാൽ അന്തിമമായി ശാലന്മാരാലും കുറനരികളാലും ഭക്ഷിക്കപ്പെടാനും ഉദ്ദേശിച്ചുള്ള ഈ ശരീരത്ത് അഭിനിവേശമുള്ളവർക്ക് അവണ്ണം പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. 43 മുതൽ 45 ശ്ലോകം വരെ. വേദാഹമംഗപരമസ്യ ഹി യോഗമായാം യൂയം പവശ്ച ഭവന്നാഥ ദൈത്യവര്യ പത്നി മനോസാ ച മനുഷ്യ ദദാത്മജാശ്ച പ്രാചീനബർഹിർഭുരംഗ ബുധധ്രുവശ്ച ഇക്ഷാകുരൈർമുചകുന്ദവിദേഹഗാദി ഋകംബരീഷസകരാഗയനാഹുജശ്യാദ മന്ദാത്രളർക്കശതധനുസ്വരന്തി ദേവദേവവ്രതോ ബലീരമൂർത്തരോ ദിലീഭ സൗഭര്യോദംഗ ശിബിദേവ ദേവലിപ്പിപ്ലാദസാരസ്വേദ ഉദ്ധാവ പരാശരഭൂരിഷണ യേ അന്യ വിഭീഷണ ഹനുമദ്ഭദ്രതത്തപാർത്ഥാർഷ്ടിഭീഷണ വിദുരശ്രുതോ ദേവവര്യ. ഹേ നാരദ, ഭഗവത് ശക്തികൾ അമേയവും അജ്ഞേയവുമായിട്ടും നാം എല്ലാവരും സമർപ്പിത ആത്മാക്കളാകിയാൽ യോഗമായ ശക്തികൾ മുഖേന അദ്ദേഹം എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് നാം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ സർവശക്തനായ മഹാദേവൻ, അസുരകുലത്തിലും ഏറ്റവും ശ്രേഷ്ഠ മഹാരാജാവ് പ്രഹ്ലാദൻ, സ്വയംഭൂ മനു, അദ്ദേഹത്തിൻ്റെ പത്നി ശതരൂപ, പ്രിയവ്രതൻ, ഉത്താനപാദൻ, ആഹൂതി, ദേവഹൂതി, പ്രസൂതി എന്നീ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും, പ്രാചീന ബർഹി, ഋഭു, വേനപിതാവായ അംഗൻ, മഹാരാജാവ് ധ്രുവൻ, ഇക്ഷ്വാകു, ഐല, മുചുകുന്ദൻ, മഹാരാജാവ് ജനകൻ, ഗാദി, രഘു, അംബരീഷൻ, സകരൻ, ഗയൻ, മന്ദാതൻ, അലർക്കൻ, ശതധ്വേനൻ, അനു, രന്തിദേവൻ, ഭീഷ്മർ, ബലി, അമൂർത്തരയൻ, ദിലീപൻ, സൗഭരി, ഇതാംഗൻ, ശിബി, ദേവലൻ, പിപ്ലാദൻ, സാരസ്വതൻ, ഉദ്ധവർ, പരാശരൻ, ഭൂരീഷണൻ, വിഭീഷണൻ, ഹനുമാൻ, ശുകദേവ് ഗോസ്വാമി, അർജുനൻ, ആർഷ്ടിവിശേഷണൻ, വിതുരൻ, ശ്രുതദേവൻ മുതലായവരൊക്കെ ഭഗവത് ശക്തികളെക്കുറിച്ച് പൂർണ്ണമായും അറിവുള്ളവരാണ്. അന്നേരം ഭഗവാന്റെ ശക്തികളെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മദേവൻ പറയുന്നു. തൈവൈ വിദന്ത്യതിതരന്തി ചേദേവമായാം സ്ത്രീശൂദ്ര ഗുണശബര പിപാവജീവ യദ്ഭുതക്രമപരായണശീലശിക്ഷാ സ്ഥിരജന അഭി കിമു ശ്രുതധാരണേ. സ്ത്രീകൾ, ശൂദ്രർ, ശൈലാടൻ, ശബരൻ ഇത്യാദി പാപജീവിതം നയിക്കുന്ന സമർപ്പിത ആത്മാക്കൾ പോലും, ഇവിടെ ഉദ്ദേശിക്കുന്നത് നാരീജനങ്ങളെ പാപജന്മങ്ങളിൽ നിന്നല്ല ഉദ്ദേശിക്കുന്നത്. പൊതുവെ അത്രയ്ക്ക് അവർക്ക് ഭക്തിപരമായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം ഇനി മറ്റു പാപകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആ വ്യക്തികളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പക്ഷി മൃഗാദികൾക്ക് പോലും ഭഗവത് ശാസ്ത്രത്തെക്കുറിച്ച് പറയാനും പരിശുദ്ധ ഭഗവത് ഭക്തർക്ക് സമർപ്പണം ചെയ്ത് ഭക്തിയുത സേവനത്തിൽ അവരുടെ പാത പിന്തുടർന്ന് മായാശക്തിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തരായി തീരാൻ കഴിയും. അതായത് എത്ര ഭഗവാന്റെ കുറിച്ച് അറിയാനുള്ള അവസരങ്ങൾ ലഭിച്ചില്ല എങ്കിലും ആരൊക്കെ ഭഗവാന്റെ ആ ഒരു ഭക്തി മാർഗത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കൊക്കെ ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാം. ശശ്വത് പ്രശാന്തമഭയം പ്രതിബോധപാത്രം ശുദ്ധം സമം സതസത്ത പരമാത്മതത്വം ശബ്ദോ നയത്ര പുരകാരഭാൻ പ്രിയാർത്ഥോ മായാ പരയതേഭിമുഖേ ച വിലജ്ജമാന തത്വൈ പദം ഭഗവതാ പരമസ്യ പുംസോ ബ്രഹ്മേതി യദ്ദുരജസ്രസുഖം വിശോകം. ദുഃഖരഹിതമായതാണ്, അനന്തമായ പരമാനന്ദത്താൽ പരിപൂരിതമാണ്, പരബ്രഹ്മമായി സാക്ഷാത്കരിക്കപ്പെടുന്നത്. അത് നിശ്ചയമായും പരമ ആസ്വാദകനായ പരമദിവ്യോത്തമ പുരുഷൻ്റെ പരമപദം തന്നെയാകുന്നു. അദ്ദേഹം സനാതനമായ പ്രശാന്തനും നിർഭയനുമാകുന്നു. ഭൗതിക പദാർത്ഥത്തിന് വിരുദ്ധമായ പൂർണ്ണ അവബോധവും അദ്ദേഹമാകുന്നു. ആരിലാണോ അഭികാമ്യ കർമ്മങ്ങൾക്കായി സമർപ്പണം ഇല്ലാത്തത്, ആരിലാണോ മായാശക്തിക്ക് നിലനിൽപ്പില്ലാത്തത്, ആ സർവ്വകാരണങ്ങളുടെയും പരിണാമങ്ങളുടെയും ആദികാരണ തത്വം പരിശുദ്ധനും ഭേദരഹിതനുമായ അദ്ദേഹമാകുന്നു. ഭഗവാൻ തന്നെയാണല്ലോ. 48-ാമത്തെ ശ്ലോകം. സദ്രിങ്നിർമായതയോ യമകർത്തഹേതീം ജഹ്യാസുരാന്ധിവ നിഭാനഖനിത്രമിന്ദ്ര. അത്തരമൊരു അതീന്ദ്രിയാവസ്ഥയിൽ ജ്ഞാനികളും യോഗികളും ചെയ്യുന്നത് പോലെ കൃത്രിമമായ മനോനിയന്ത്രണത്തിൻ്റെയോ മാനസിക ഊഹാപോഹങ്ങളുടെയോ അല്ലെങ്കിൽ
ധ്യാനത്തിൻ്റെയോ ആവശ്യമില്ല. സ്വർഗാധിപതിയായ ഇന്ദ്രൻ കിണർ കുടിക്കുന്നതിനുള്ള ആയാസം ഒഴിവാക്കുന്നത് പോലെ ഒരുവൻ അത്തരം നടപടിക്രമങ്ങൾ അഥവാ പ്രക്രിയയിൽ പരിത്യജിക്കുന്നു. ഇവിടെ ഏത് വഴിയാണെങ്കിലും ഭഗവാന്റെ ആ ഒരു പരമോന്നത തലമാണ്, ഭക്തിമാർഗമാണ് നമ്മളെ പരമോന്നത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശ്രേയസാമപി വിഭുർഭഗവാൻ യതോസ്യ ഭാവസ്വഭാവ വിഹിതസ്യ സദാ പ്രസിദ്ധി ദേഹേ സുധാധു വിഗമേ അനുവിശീര്യമാനേ വ്യോമേവ തത്ര പുരുഷോ ന വിശീര്യതേജ. ശ്രേയസ്കരമായ സകലത്തിൻ്റെയും പരമാധികാരി പരമദിവ്യോത്തമ പുരുഷനാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഭൗതികമോ ആത്മീയവുമായ അസ്തിത്വത്തിൽ ജീവസത്തുകളാൽ നിർവഹിക്കപ്പെടുന്ന പ്രവൃത്തികൾ എന്തുതന്നെയായാലും അവയുടെയൊക്കെ ഫലം പ്രദാനം ചെയ്യുന്നത് ഭഗവാനാകുന്നു. ആ നിലയ്ക്ക് അദ്ദേഹം പരമഹിതകൃത് ആകുന്നു. എല്ലാ വ്യക്തിഗത ജീവസത്തുകളും അജാതരാകുന്നു. ആകയാൽ പഞ്ചഭൂതാത്മകമായ ഭൗതിക ശരീരത്തിൻ്റെ നാശത്തിനു ശേഷവും ശരീരത്തിനുള്ളിലെ വായുവിനെ പോലെ ജീവസത്ത നിലനിൽക്കുന്നു. സോയം തേ അഭിഹിതസ്താദ ഭഗവാൻ വിശ്വഭാവന സമാസേന ഹരിർനാനന്യധന്യസ്മാത് സദസച്ചയത് വസ്സാ. സ്പഷ്ടം പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവായ പരമദിവ്യോത്തമ പുരുഷനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സംക്ഷേപമായി വിശദമാക്കി കഴിഞ്ഞു. ദൃഗ്വിഷയമായ ഭാവത്തെയോ ദാസികത്തെയോ സംബന്ധിക്കുന്ന അസ്തിത്വങ്ങൾക്കും അജ്ഞാതാജ്ഞേയ വർത്തനങ്ങൾക്കും ഭഗവാൻ ഹരി അല്ലാതെ മറ്റൊരു കാരണങ്ങളുമില്ല. അതെല്ലാം ബ്രഹ്മദേവൻ വിശദീകരിച്ച് പറയുകയാണ്. ഇതം ഭാഗവതം നാമ യത്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതിനാം ത്വമേതത് വിപുലീകുരു. നാരദ, ഈ ഭഗവത് ശാസ്ത്രം ശ്രീമദ് ഭാഗവതം സംക്ഷേപമായി എനിക്ക് അരുൾ ചെയ്തത് പരമദിവ്യോത്തമ പുരുഷനാകുന്നു. അദ്ദേഹത്തിൻ്റെ ഭിന്ന ശക്തികളുടെ സഞ്ചിതമായിട്ടാണ് എനിക്കിത് അരുൾ ചെയ്യപ്പെട്ടത്. ഈ ശാസ്ത്രത്തെ ദയവായി അങ്ങ് വ്യാപിപ്പിച്ചാലും. അതിന് ചുരുക്കത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുത്തു, അങ്ങ് എന്ത് ചെയ്യണം, അത് വിശദീകരിച്ച് പറയൂ എന്ന് ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് പറയുകയാണ്. അതുതന്നെയാണ് വ്യാസമഹർഷിയെടുത്തും നാരദ മഹർഷി പറഞ്ഞു കൊടുത്തത്. ആ വ്യാസമഹർഷിയാണ് പിന്നെ ഭാഗവതം രചിക്കുന്നത്. ശുകദേവ ഗോസ്വാമി എടുത്ത് പറഞ്ഞു, അതാണ് പിന്നെ സൂത ഗോസ്വാമി ശൗനകാദി ഋഷികൾക്ക് പറഞ്ഞ് അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് വീണ്ടും വ്യാസമഹർഷി തന്നെ എഴുതുകയാണ്. യഥാഹരോ ഭഗവതി നാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാരേ ഇതി സങ്കല്പ്യ വർണ്ണയെ. സർവശക്തികളുടെയും പരമസ്രോതസ്സും സർവചരാചരങ്ങളുടെയും പരമാത്മാവുമായ പരമദിവ്യോത്തമ പുരുഷൻ ഹരിയിൽ മനുഷ്യർക്ക് അതീന്ദ്രിയ ഭക്തിയുത സേവനം വളർത്തിയെടുക്കുന്നതിന് തികച്ചും അനുയോജ്യമാകും വിധം നിശ്ചയത്തോടെയും ഭഗവത് ശാസ്ത്രം അഥവാ ഭാഗവത ജ്ഞാനം ദയവായി വിശദമാക്കിയാലും എന്ന് ബ്രഹ്മദേവൻ പറയുകയാണ്. വായാം വർണ്ണയതോ അമിഷ ഈശ്വരസ്യാനുമോദത ശൃണ്വത് ശ്രദ്ധയാ നിത്യം മയാത്മന നമുയതി. ഭഗവത് കർമ്മങ്ങളെ അദ്ദേഹത്തിൻ്റെ വിഭിന്ന ശക്തികളുമായി സംശ്ലേഷിപ്പിച്ച് വർണ്ണിക്കുകയും ശ്ലാഘിക്കുകയും പരമോന്നത ഭഗവാന്റെ ഉപദേശങ്ങളുമായി യോജിപ്പിച്ച് ശ്രവിക്കുകയും വേണം. ഭക്തിപൂർവമായും ബഹുമാനാദരങ്ങളോടെയും ഇപ്രകാരം നിർവഹിക്കപ്പെടുന്ന പക്ഷം ഒരുവൻ ഭഗവത് മായാശക്തിയിൽ നിന്നും മോചിപ്പിക്കപ്പെടുമെന്ന് സുനിശ്ചിതമാണ്. ഭഗവാന്റെ ലീലാകഥശ്രവണത്തിലൂടെ ഒരാൾ തീർച്ചയായിട്ടും മായയിൽ നിന്ന് മുക്തനാകുമെന്ന് പറഞ്ഞു. ഇനി അധ്യായം 8 പരീക്ഷിത മഹാരാജാവിൻ്റെ ചോദ്യമാണ്. പരീക്ഷിത മഹാരാജാവിൻ്റെ അന്വേഷണങ്ങളെക്കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. ബ്രഹ്മണാ ചോദിതോ ബ്രഹ്മാൻ ഗുണാഖ്യേന ഗുണസ്യ ച യസ്മൈ യഥാ പ്രാഹ നാരദോ ദേവദർശന. പരീക്ഷിത മഹാരാജാവ് ശുകദേവ ഗോസ്വാമിയുടെ ഇപ്രകാരം ആരാഞ്ഞു. ബ്രഹ്മദേവനാൽ ഉപദേശിക്കപ്പെടാൻ വിധം അത്രത്തോളം ഭാഗ്യവാന്മാരായ ശ്രോതാക്കൾക്ക് ഭൗതിക ഗുണങ്ങളുടെ സ്പർശമില്ലാത്ത ഭഗവാൻ അതീന്ദ്രിയ ഗുണങ്ങളെക്കുറിച്ച് നാരദമുനി എങ്ങനെയാണ് വിശദമാക്കിയത്? മാത്രമല്ല ആരുടെ മുമ്പിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഏതദ്വേദിതുമിച്ഛാമി തത്വം തത്വമിതാം വര ഹരിരദ്ഭുതവീരസ്യ കഥാ ലോക സുമംഗള. രാജാവ് പറഞ്ഞു, അത്ഭുത ശക്തികളുടെ അധിപനായ ഭഗവാന്റെ ആഖ്യാനങ്ങളെക്കുറിച്ച് അറിയുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അവ നിശ്ചയമായും സർവ്വലോകങ്ങളിലെയും ജീവസത്തകളെയും മംഗളകരമാണ്. കഥയസ്വ മഹാഭാഗ യഥാമഖിലാത്മനി കൃഷ്ണേ നിവേശനീ സംമനസ്തിക്ഷേ കലൈവരം. അല്ലയോ മഹാഭാഗ, പരമാത്മാവ് ഭഗവാൻ കൃഷ്ണനിൽ ഞാൻ എൻ്റെ മനസ്സിനെ നിവേശിക്കപ്പെട്ട. ആകയാൽ ദയവായി അങ്ങ് ശ്രീമദ് ഭാഗവതാഖ്യാനം തുടരുക.
അപ്രകാരം ഭൗതിക ഉടങ്ങളിൽ നിന്നും പരിപൂർണമായി മോചിതനായ ശേഷം ഈ ദേഹം വെടിയട്ടെ എന്ന് പറയുന്നു. ശൃണ്വതാ ശ്രദ്ധയാ നിത്യം ശൃണതശ്ച സചേഷ്ടിതം കാലേന നാഥി ദീർഘേന ഭഗവാൻ വിഷേദ ഹൃദി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാഗവതം തുടങ്ങൂ എന്ന് പറഞ്ഞിട്ട് 9ാമത്തെ സ്കന്ധം വരെ ഇങ്ങനെ തന്നെയാണ്. എന്നിട്ട് യഥാർത്ഥ ഭാഗവതം ആരംഭിക്കുന്ന ദശമസ്കന്ധം വരെയാണ്. അന്നേരം ബാക്കിയുള്ള ആ ഒരു ചർച്ചകളൊക്കെ ആ ദശമസ്കന്ധത്തിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു വഴികളാണ് എന്ന് മനസ്സിലാക്കണം. ശ്രീമദ് ഭാഗവതം നിത്യേന ശ്രവിക്കുകയും എല്ലായ്പ്പോഴും ഭാഗവത ശ്രവണ ഗൗരവമായി പരിഗണിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ഹൃദയത്തിനുള്ളിൽ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണൻ പെട്ടെന്ന് പ്രത്യക്ഷനാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനം ഭാവസരൈരുഹം ധുനോധി ശമലം കൃഷ്ണ സലിലസ്യ യഥാശരത്ത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശബ്ദാവതാരമായ ശ്രീമദ് ഭാഗവതം പരമാത്മാവ് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഭക്തന്റെ ഹൃദയത്തിനുള്ളിൽ പ്രവേശിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രേമയുത ആധാരധേയഭാവത്തിൽ നിവിഷ്ടനാവുകയും അങ്ങനെ കാമം, ക്രോധം, ലോഭം, മോഹം ഇത്യാദി ഭൗതിക സംസർഗധൂളികളെ പവിത്രീകരിക്കുകയും ചെയ്യുന്നു. അപ്രകാരം ചെളി നിറഞ്ഞ ജലാശയത്തിന് മേൽ പതിക്കുന്ന അഥവാ ചെളി നിറഞ്ഞ ജലാശയത്തിൽ കഴുകി വൃത്തിയാകുന്ന ശരത്കാല വർഷം പോലെ അത് പ്രവർത്തിക്കുന്നു. 6ാമത്തെ ശ്ലോകം. ദൗതാത്മാ പുരുഷ കൃഷ്ണപാദമൂലം ന മുഞ്ചതി മുക്ത സർവ പരിക്ലേശപാന്ത സ്വശരണം യഥ. ഭക്തിയുത സേവന പ്രക്രിയയാൽ ഹൃദയം ഒരിക്കൽ ശുദ്ധമാക്കിപ്പെട്ടാൽ ഒരു പരിശുദ്ധ ഭഗവത് ഭക്തൻ ക്ലേശഭരിതമായ യാത്രയ്ക്ക് ശേഷം സ്വന്തം വാസസ്ഥാനത്തേക്ക് തിരികെ എത്തിയ പതികനെ പോലെ സംതൃപ്തനാകിയാൽ പിന്നെ ഒരിക്കലും ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ത്യജിക്കുന്നില്ല. യഥാധൂമതോ ബ്രഹ്മാൻ ദേഹാരംഭോ അസ്യ ധാതുഭി യദൃച്ഛയാ ഹേതുനാ ഭവന്തോ ജാനത്തെ യഥാ. അല്ലയോ പണ്ഡിത ബ്രാഹ്മണ ശ്രേഷ്ഠ, അതീന്ദ്രിയനായ ആത്മാവ് ഭൗതിക ശരീരത്തിൽ നിന്നും ഭിന്നമാണ്. അവന് ശരീരം പ്രാപ്തമായത് യാദൃച്ഛികമായാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താലാണോ? അങ്ങേക്ക് ഇതേക്കുറിച്ച് അറിവുള്ളതായാൽ ദയവായി എനിക്ക് വിശദമാക്കി തന്നാലും. ഇതൊക്കെ പരീക്ഷിത മഹാരാജാവിൻ്റെ ചോദ്യങ്ങളാണ്. ആസീത് യദുരാത് പത്മം ലോകസംസ്ഥാന ലക്ഷണം യാവനയ്യം വേ പുരുഷ ഇയത്താ വൈ വൈ പൃഥക് താവന സാവിധി പ്രയുക്തം സംസ്ഥാവയവാനിവ. ആരുടെ നാഭിൽ നിന്നാണോ താമരത്തണ്ട് പല്ലവിധമായത് ആ പരമദിവ്യോത്തമ പുരുഷൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം മനോബലത്തിനും പരിമാണത്തിനും അനുരൂപമാം വിധം അതിബൃഹത്തായ ഒരു ശരീരം ധരിച്ചുവെങ്കിൽ ഭഗവത് ശരീരവും സാധാരണ ജീവസത്തുക്കളുടെ ശരീരവും തമ്മിൽ അസാമാന്യം എന്ത് വ്യത്യാസമാണുള്ളത്? അന്നേരം ഭഗവാനും ഭഗവാന്റെ ശരീരമായിട്ട് വ്യത്യാസമില്ല. ആത്മീയ ശരീരമാണ് ഭഗവാന്റെ. അതിനെക്കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. അജസൃജന്തി ഭൂതാനി ഭൂതാത്മാ യദനുഗ്രഹാത് തദൃശേ യേന തദ്രൂപം നാഭി പത്മ സമുദ്ഭവ. ഭൗതിക സ്രോതസ്സിലൂടെ അല്ലാതെ ഭഗവാന്റെ നാഭിയിൽ നിന്നും പലവിധമാകുന്ന താമരപ്പൂൽ ഹേതുഭൂതനായ ബ്രഹ്മാവ് ഭൗതികമായി ആവിർഭവിച്ച സർവ്വതിൻ്റെയും സൃഷ്ടാവാകുന്നു. തീർച്ചയായും ഭഗവത് കൃപയാൽ ബ്രഹ്മാവിന് ഭഗവത് രൂപത്തെ ദർശിക്കാൻ കഴിയുമായിരുന്നു. സ്വചാപി യത്ര പുരുഷോ വിശ്വസ്തിദ്ഭവാപ്യയ മുക്ത്വാത്മമായേഷ ഷേദേ സർവഗുഹാശയ. ഏവരുടെയും ഹൃദയത്തിൽ പരമാത്മാവെയും സർവശക്തികളുടെയും ഈശ്വരനായും സ്വബഹിരാംഗ ശക്തിയെ ആത്മയാൽ സ്പർശിക്കപ്പെടാതെയും കുടികൊള്ളുന്ന പരമദിവ്യോത്തമ പുരുഷനെക്കുറിച്ചും ദയവായി വിശദമാക്കുക. പുരുഷാവയവൈർലോക സപാല പൂർവകൽപ്പിത ലോകേരമുഷ്യാവയാ സപാലൈരിത ശുശ്രമ. അല്ലയോ പണ്ഡിത ബ്രാഹ്മണ ശ്രേഷ്ഠ, പ്രപഞ്ചത്തിലെ എല്ലാ ലോകങ്ങളും അതിൻ്റെ അധിപന്മാരും വിരാട് പുരുഷന്റെ വിശ്വരൂപത്തിൽ വിഭിന്ന ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നുവെന്ന് മുമ്പ് വിശദീയമാക്കിയിരുന്നു. വിഭിന്ന ഗ്രഹസമൂഹങ്ങളുടെ വിരാട് പുരുഷന്റെ അതിബൃഹത്തായ രൂപത്തിൽ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ ശ്രവിച്ചിട്ടുണ്ട്. എന്നാൽ അവയുടെ നിജസ്ഥിതി എന്താണ്? ദയവായി അങ്ങ് അത് വിശദമാക്കി തന്നാലും എന്ന് ചോദിക്കാം. യാവാൻ കൽപ്പോ വാ യഥാ കാലോ അനുമീയത്തെ ഭൂതഭവ്യഭവത് ശബ്ദ ആയുർമാനം ജയത് സദാ. സൃഷ്ടിക്കും സംഹാരത്തിനും മധ്യയുള്ള കാലയളവിനെക്കുറിച്ചും സഹകാരിയായ സൃഷ്ടികളെക്കുറിച്ചും ഭൂതവർത്തമാന ഭാവികളായി ആവിഷ്കരിക്കപ്പെടുന്ന കാലത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും എല്ലാം ദയവായി എനിക്ക് വിശദമാക്കി തരിക. കൂടാതെ പ്രപഞ്ചത്തിലെ വിഭിന്ന ഗ്രഹങ്ങളിലെ വിഭിന്ന ജീവാത്മാക്കളുടെ ദേവന്മാർ, മനുഷ്യർ എന്നൊക്കെ അറിയപ്പെടുന്ന ഇത്യാദികളുടെ ജീവിത ദൈർഘ്യം, പരിമിതി എന്നിവയെക്കുറിച്ചും ദയവായി വിശദമാക്കുക. എല്ലാം വളരെ വിശദമായിട്ട് പരീക്ഷിത അറിയാൻ ആഗ്രഹിക്കുന്നു. ഭൂതം, വർത്തമാനം
കാലസ്യാനുഗതിര്യാതു ലക്ഷ്യതേ അന്വീ ബ്രഹീത്വഭി യാവത്യാ കർമ്മഗതയോ യാദൃശ്യീർദ്വിജസത്തമ. അല്ലയോ ദ്വിജസത്തമ, വിഭിന്ന കാലദൈർഘ്യങ്ങളുടെ ദീർഘവും ഹ്രസ്വവുമായ കാലങ്ങളുടെ ദൈർഘ്യങ്ങളുടെ കാരണത്തെക്കുറിച്ചും പ്രവർത്തന ക്രമത്തെ അനുഗമിക്കുന്ന കാലത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും ദയവായി വിശദമാക്കുക. ഇതെല്ലാം സൃഷ്ടിയെക്കുറിച്ച് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരീക്ഷത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. യസ്മിൻ കർമ്മസമാഭായോ യഥാ യേനോപഗ്രഹ്യതേ ഗുണാനാം ഗുണിനം ചൈവ പരിണാമ അഭീപ്സിതാം. അനന്തരം ഭൗതിക പ്രകൃതിയുടെ വിഭിന്ന ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുടെ അനുപാതീയമായ വർധന, ദേവന്മാരിൽ നിന്ന് ആരംഭിച്ച അങ്ങ് താഴെ ഏറ്റവും നിസാര ജീവി വരെയുള്ള വ്യത്യസ്ത ജീവിവർഗങ്ങൾക്ക് മധ്യ ഇച്ഛുവായ ജീവസത്തെ ഉന്നമിപ്പിക്കുകയോ അധപ്പതിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് അവൻ്റെ മേൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ദയവായി വിശദമാക്കുക. ഭൂപാതാള കുഭ്യോ മഗ്രഹ നക്ഷത്രഭൂഭൃതാം സരിത്സമുദ്രദ്വീപാനാം സംഭവൈശ്ചൈതദോഗസാം. അല്ലയോ ദ്വിജസത്തമ, പ്രപഞ്ചത്തിലുടനീളം ഖഗോളങ്ങളും സ്വർഗത്തിലെ 4 ദിക്കുകളും ആകാശം, ഗ്രഹങ്ങൾ, നക്ഷത്രം, പർവ്വതങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, ദ്വീപുകൾ എന്നിവയും കൂടാതെ അവിടങ്ങളിലുള്ളതായ നാനാവിധങ്ങളായ നിവാസികളും സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയെന്ന് ദയവായി വിശദമാക്കുക. പ്രമാണമണ്ഡകോശസ്യ ബാഹ്യഭ്യന്തരഭേദത മഹതാം ചാനുചരിതം വർണ്ണാശ്രമവിനിശ്ചിത. മാത്രവുമല്ല, പ്രപഞ്ചത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ആകാശത്തെയും പ്രത്യേക വിഭാഗങ്ങളായി വിശദമാക്കി തരിക. കൂടാതെ മഹാത്മാക്കളുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും അവരുടെ കർമ്മങ്ങളെക്കുറിച്ചും വിഭിന്ന വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ സവിശേഷതകളെയും അഥവാ വിശേഷ വിധികളെക്കുറിച്ചുമൊക്കെ ദയവായി വിശദമാക്കിയാലും. 17ാമത്തെ ശ്ലോകം. യുഗാനി യുഗമാനം ച ധർമ്മോ യശ്ച യുഗേ യുഗേ അവതാരാനുചരിതം യഥാശ്ചര്യതമം ഹരേ. സൃഷ്ടികാലയളവിലുള്ള എല്ലാ വിഭിന്ന യുഗങ്ങളെക്കുറിച്ചും അത്തരം യുഗങ്ങളുടെ ദൈർഘ്യത്തെക്കുറിച്ചും ദയവായി വിശദമാക്കുക. മാത്രവുമല്ല, വ്യത്യസ്ത യുഗങ്ങളിലുള്ള വിഭിന്ന ഭഗവത് അവതാരങ്ങളുടെ വിവിധ കർമ്മങ്ങളെക്കുറിച്ചും എനിക്ക് പറഞ്ഞു നാല്. ഒന്നിൻ്റെ കുറേ ചോദ്യങ്ങളാണ്. നോക്കണേ. ദൃഢാം സാധാരണോ ധർമ്മ സവിശേഷസ്യാദൃശ ശ്രേണീനീം രാജർഷിണം ച ധർമ്മകൃച്ഛ്രേഷു ജീവിതാം. മാനവ സമുദായത്തിൻ്റെ സാമാന്യ ധർമ്മപരമായ വംശനിർണയങ്ങൾ സാമാന്യേന എന്തൊക്കെയാകുന്നു, ധർമ്മനിഷ്ഠിതമായ അവരുടെ വിശേഷകമായ സ്വാഭാവിക കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും സാമൂഹ്യ വിന്യാസങ്ങളെയും ഭരണസംബന്ധമായ രാജകീയ വംശങ്ങളുടെയും വർഗീകരണങ്ങളെയും എന്താണെന്നും ദുരിതങ്ങൾ ആകപ്പെട്ടേക്കാവുന്ന ഒരുവൻ്റെ ധർമ്മതത്വങ്ങൾ ഏതൊക്കെയാണെന്നും ദയവായി വിശദീകരിക്കുക. ഇതെന്തിനു വേണ്ടിയാണ്? നമുക്കെല്ലാവർക്കും എല്ലാം മനസ്സിലാവാൻ വേണ്ടി. തത്വാനാം പരിസംഖ്യാനാം ലക്ഷണം ഹേതുലക്ഷണം പുരുഷാരാധനാവിധിയോഗസ്യാധ്യാത്മികസ്യ ച. സൃഷ്ടിയുടെ പ്രാഥമിക തത്വങ്ങളെക്കുറിച്ചും അത്തരം അടിസ്ഥാന തത്വങ്ങളുടെ എണ്ണത്തെക്കുറിച്ചും അവയുടെ കാരണങ്ങളെ വളർച്ചയെക്കുറിച്ചും ഭക്തിയുത സേവന പ്രക്രിയയും യോഗപ്രക്രിയ പ്രകാരങ്ങളെക്കുറിച്ചും എല്ലാം ദയവായി വിശദീകരിച്ചാലും. ഗോയോഗൈശ്വര്യ ഗതിർലിംഗഭംഗസ്തു യോഗിനാം വേദോപവേദധർമാണാം ഇതിഹാസപുരാണയോ. മഹായോഗികളുടെ ഐശ്വര്യം എന്തൊക്കെയാണ്, അവരുടെ പരമസാക്ഷാത്കാരം എന്താണ്, പൂർണ്ണാഭിജ്ഞനായ യോഗി സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് നിർമ്മിക്തനാകുന്ന എങ്ങനെയാണ്, ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉൾപ്പെടെയുള്ള വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാന ജ്ഞാനം എന്താണ്. ഹരിവോ. സംപ്ലവ സർവഭൂതാനാം വിക്രമ പ്രതിസക്രമ ഇഷ്ടപൂർത്തസ്യ കാമ്യാനാം ത്രിവർഗസ്യ ച യോ വിധി. ജീവജാലങ്ങൾ ഉൽപ്പത്തിയാകുന്നതും അവ പരിരക്ഷിക്കപ്പെടുന്നതും സംഹരിക്കപ്പെടുന്നതും എങ്ങനെയാണ് ദയവായി എനിക്ക് വിശദമാക്കി തരിക. മാത്രമല്ല, ഭഗവത്ഭക്തിയുത സേവന നിർവഹണത്തിൻ്റെ അനർത്ഥങ്ങളെക്കുറിച്ചും പറഞ്ഞു തരിക. പരിശിഷ്ടമായ കൽപ്പങ്ങളുടെ വേദവിധികൾ എന്തൊക്കെയാണെന്നും ധർമ്മം, സാമ്പത്തിക പുരോഗതി, ഇന്ദ്രിയാസ്വാദനം എന്നിവയുടെ അനുഷ്ഠാന മുറകൾ എന്തൊക്കെയാണ്. അന്നേരം ഭാഗവത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയ്ക്ക് ചോദ്യങ്ങളാണ് പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നത്. പരീക്ഷ മഹാരാജ് ചോദിച്ചിരിക്കുന്നത്. യോ മനുഷായിനം സർഗേ പാഷണ്ഡസ്യ ച സംഭവ ആത്മനോ ബന്ധമോക്ഷോ ച വ്യവസ്ഥാനം സ്വരൂപത. ഭഗവത് കലൈബരത്തിൽ വിലയിച്ച ജപാത്മാക്കൾ സൃഷ്ടിക്കപ്പെട്ടതും പാഷണ്ഡർ ഈ ലോകത്തിൽ പ്രത്യക്ഷരായതും എങ്ങനെയാണ്, അവ്യവസ്ഥീകൃത ജീവസത്തകൾ സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണെന്നും ദയവായി വിശദമാക്കി തരിക.
യഥാത്മതന്ത്രോ ഭഗവാൻ വിക്രീഡത്യാത്മമായ വിസൃജ്യ വയഥാ മായ മുദാസ്തേ സാക്ഷിപദ് വിഭു. ആത്മതന്ത്രനായ പരമദിവ്യോത്തം പുരുഷൻ അദ്ദേഹത്തിൻ്റെ അന്തരംഗ ശക്തിയിൽ സ്വന്തം ലീലകൾ ആസ്വദിക്കുകയും അനന്തരം സംഹാരവേളയിൽ അവയെ ബാഹ്യശക്തിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തുകൊണ്ട് അതിനെല്ലാം സാക്ഷിയായി സ്ഥിതി ചെയ്യുന്നു. സർവമേതേച്ച ഭഗവാൻ പൃച്ഛതോ മേ അനുപൂർവശ തത്വോരുഹോ സിദ്ധാർഹതം പ്രപന്നായ മഹാമുനെ. ഭഗവത് പ്രതിനിധിയായ അല്ലയോ മഹാമുനി, ഞാൻ അങ്ങയുടെ ആദ്യം മുതൽക്കേ ആരാഞ്ഞതും അല്ലാത്തതുമായ എൻ്റെ എല്ലാ സന്ദേഹങ്ങളും എൻ്റെ എല്ലാ ജിജ്ഞാസകളും ദയവായി ശമിപ്പിച്ചാലും ഞാൻ അങ്ങേക്ക് സമർപ്പണം ചെയ്ത ആത്മാവായാൽ ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര ജ്ഞാനം ദയവായി എനിക്ക് പകർന്നു തന്നാലും എന്നാണ് പറയുന്നത്. അന്നപ്രമാണം ഹി ഭവാൻ പരമേഷ്ടി യഥാത്മഭൂ അപരേ ചാനുധിഷ്ഠന്തി പൂർവേഷാം പൂർവജൈകൃതം. അല്ലയോ ഭഗവാൻ, അങ്ങ് ആദിജീവസത്തയായ ബ്രഹ്മാവിനോളം നന്മയുള്ളവനാണ്. മറ്റുള്ളവർ മുൻ തത്വചിന്തകർ പിന്തുടരുന്ന പോലെ ആചാരമാത്രം അനുവർത്തിക്കുന്നവരാണ്. നമേ അസവ പരയാന്തി ബ്രഹ്മണ നശനാഥമീ പിബതോ അച്യുത പീയൂഷം തദ്വാക്യാബ്ധിവിനീശ്രിതാം. അല്ലയോ പാണ്ഡിത ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങയുടെ വാക്സാഗരത്തിൽ നിന്നും താഴോട്ട് പ്രവഹിക്കുന്ന അച്യുതനായ പരമദിവ്യോത്തം പുരുഷൻ്റെ ഉപദേശാമൃതം പാനം ചെയ്തുകൊണ്ടിരിക്കാൻ ഉപവാസഹേതുവായി യാതൊരുവിധ ക്ഷീണവും എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. സൂത ഉവാച. ഇനി ഇതിനെക്കുറിച്ച് സൂത ഗോസ്വാമി ശൗനകാദി ഋഷികളോട് പറയുകയാണ് അവിടെ എന്താണ് ചർച്ചകൾ നടക്കുന്നതെന്ന്. ശ്രീ സൂത ഗോസ്വാമി പറയുന്നത്, സ ഉപമന്ത്രിതോ രാജ്ഞോ കഥായാമിതി സത്പതേ ബ്രഹ്മരാതോ ദൃശം പ്രീതോ വിഷ്ണുരാധേന സംസതി. ശ്രീ സൂത ഗോസ്വാമി പറഞ്ഞു, അപ്രകാരം ഭക്തരോടൊപ്പം ഭഗവാൻ ശ്രീകൃഷ്ണനെ സംബന്ധിക്കുന്ന വിഷയത്തെക്കുറിച്ച് വിശദമാക്കുവാൻ പരീക്ഷിത മഹാരാജാവിന് ക്ഷണിക്കപ്പെടുകയാൽ ശ്രീ ശുകദേവ് ഗോസ്വാമി അത്യന്തം പ്രസന്നനായി. ചോദ്യങ്ങൾ പ്രസന്നനായി. എല്ലാം ചുരുക്കത്തിൽ പറഞ്ഞു. പക്ഷേ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കൂടുതൽ വിശദീകരിച്ച് പറയാൻ തുടങ്ങുകയാണ്. പ്രാഹഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ബ്രഹ്മണേ ഭഗവത് പ്രോക്തം ബ്രഹ്മകൽപ്പ ഉപാഗതേ. ബ്രഹ്മാവ് ആദ്യമായി ജാതനായപ്പോൾ പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിക്കുന്ന ശാസ്ത്രമായ ശ്രീമദ് ഭാഗവതം പ്രഥമമായി ഭഗവാൻ നേരിട്ട് ബ്രഹ്മാവിന് ഹൃദയത്തിൽ പകർന്നു നൽകിയെന്ന് വിശദമാക്കിക്കൊണ്ട് അദ്ദേഹം പരീക്ഷിത മഹാരാജാവിൻ്റെ അന്വേഷണങ്ങൾക്ക് ഉത്തരമേകാൻ ആരംഭിച്ചു. ശ്രീമദ് ഭാഗവതം പരിശിഷ്ട വേദഗ്രന്ഥമാണ്. മാത്രവുമല്ല അത് വേദങ്ങൾക്ക് തദനുസാരവുമാകുന്നു. യദ്യത് പരീക്ഷിദൃക്ഷഭ പാണ്ഡൂനാമനു പൃച്ഛതി ആനുപൂർവേണ തത്സർവമാഖ്യാതമുപചക്രമേ. പരീക്ഷിത മഹാരാജാവ് അദ്ദേഹത്തോട് ആരാഞ്ഞതിനെല്ലാം ഉത്തരമേകാനായി അദ്ദേഹം സ്വയം സന്നദ്ധനായി. പരീക്ഷിത മഹാരാജാവ് പാണ്ഡവ കുലത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു. അപ്രകാരമാകിയാൽ ഉചിതമായ ചോദ്യങ്ങൾ ഉചിതനായ വ്യക്തിയോട് അറിയുവാൻ അദ്ദേഹം സർവദാ യോഗ്യനായിരുന്നു. ഹരേ കൃഷ്ണ. 8ാമത്തെ ശ്ലോകം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 9ാമത്തെ അധ്യായമാണ്. 8ാമത്തെ അധ്യായം കഴിഞ്ഞു. 9ാമത്തെ അധ്യായം ഭഗവത് പാഠഭേദങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഉത്തരങ്ങൾ. ശ്രീശുക ഉവാച. ആത്മമായ മൃദേ രാജൻ പരസ്യാനുഭാവാത്മന ഖടേതാർത്ഥസംബന്ധ സപ്തദൃഷ്ടരൂപജ്ഞസ. ശുകദേവ് ഗോസ്വാമി പറഞ്ഞു, അല്ലയോ രാജാവേ, പരമദിവ്യോത്തമ പുരുഷന്റെ ശക്തിയിൽ ഒരുവൻ സ്വാധീനിക്കപ്പെടാത്ത പക്ഷം പരിശുദ്ധമായ ആത്മാവിന് ഭൗതിക ശരീരമുള്ള യുദ്ധ അവബോധത്തിലുള്ള ബന്ധത്തിന് യാതൊരു അർത്ഥവുമില്ല. ആ ബന്ധം സുശീലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായാലും ഒരു മനോരാജ്യക്കാരൻ്റെ സ്വപ്ന ദർശനം പോലെയാണ്. ഭഗവാനുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ ഒരു ശരീരം ഒരു സ്വപ്നലോകം പോലെയാണ്. ബഹുരൂപൈഭാഭാതി മായ ബഹുരൂപയ രമമാണോ ഗുണേശ്വാസ മമാഹമിതി മന്യതേ. വ്യാമോഹിതനായ ജീവസത്ത ഭഗവാന്റെ ബാഹ്യശക്തിയാൽ സമ്മാനിക്കപ്പെട്ട നിരവധി രൂപങ്ങൾ പ്രത്യക്ഷനാകുന്നു. ഭൗതിക പ്രകൃതി ഗുണങ്ങളിൽ ആനന്ദിക്കുന്ന വേളയിൽ പഞ്ചരബദ്ധനായ ജീവസത്ത ഞാൻ എന്നും എൻ്റേതെന്നതിനെയും അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നു. യർഹി പാപമഹിന്മീ സോപരസ്മിൻ കാലമായോ രമേധാഗത സമ്മോഹസ്ത്യോക്തദാസ്തേ തതോ ഭയം. ജീവസത്ത അവൻ്റെ വ്യവസ്ഥാപിതമായ മഹാത്മ്യത്തിൽ നിവിഷ്ടമായി തീരുകയും കാലത്തിന് ഭൗതിക ശക്തിയും അതീതമായ ആത്മജ്ഞാന പരമമായതിനെ ആസ്വദിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്ന ഉടനെ അവൻ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ജീവിതത്തിൻ്റെ മിഥ്യാസങ്കല്പങ്ങളെ ത്യജിക്കുകയും അപ്രകാരം പവിത്ര ആത്മാവായി പൂർണ്ണതയിൽ പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. 4ാമത്തെ ശ്ലോകം.
ആത്മതത്വവിശുദ്ധ്യാർത്ഥം യഥാഹ ഭവാനൃഥം ബ്രഹ്മണി ദർശയൻ രൂപം വികലീകവൃഥാധൃത. ഈ രാജൻ ഭക്തിയോഗത്തിൽ ബ്രഹ്മാവിൻ്റെ വഞ്ചനയില്ലാത്ത തപശ്ചര്യൽ അത്യന്തം പ്രസന്നായ പരമദിവ്യോത്തമ പുരുഷൻ അദ്ദേഹത്തിൻ്റെ ശാശ്വതമായ അതീന്ദ്രിയ രൂപം ബ്രഹ്മദേവന് കാട്ടിക്കൊടുത്തു. ബദ്ധാത്മാവിനെ പവിത്രീകരിക്കുന്നതിനുള്ള കർമ്മവിഷയമായ ലക്ഷ്യം അതായിരുന്നു ഭഗവാന്റെ ദർശനം. സ ആദിദേവോ ജഗദംബരോ ഗുരു സ്വദിഷ്ണ്യമാസ്ഥായ ശുശ്രൂഷയായിക്ഷതാ ത്വാം സാധയ ഗച്ഛദൃശ്യമന്ത്രസമതാം. പ്രപഞ്ച നിർമ്മാണ വിദര്യയാ ഭവേത്. പ്രപഞ്ചത്തിലെ പരമോന്നതവും പ്രഥമ ആത്മീയ ഗുരുവുമായ ബ്രഹ്മാവിന് അദ്ദേഹത്തിൻ്റെ പത്മപീഠത്തിൻ്റെ ഉറവിടം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, ഭൗതിക ലോക സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്ന വേളയിൽ അത്തരം സൃഷ്ടിപരമായ കർമ്മത്തിലേക്കുള്ള ഉപന്നമായ സംവിധാനത്തെ മനസ്സിലാക്കുവാനോ അത്തരത്തിലുള്ള സൃഷ്ടിക്ക് യഥോചിതമായ പ്രക്രിയ കണ്ടെത്തുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. സാ ചിന്തയന്തോ അക്ഷരമേകദാംഭ സ്യുപാഷ്ണാത് ദുർഗതിദം വചോ വിഭു സ്പർശേഷു യക്ഷോഡശമേകവിവംശം നിഷ്കിഞ്ചനാനാം നൃപയേതനം വിദു. ബ്രഹ്മാവ് ജലത്തിൽ അപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കെ സമീപത്തു നിന്നും 2 അക്ഷരങ്ങൾ ഒരുമിച്ച് ചേർന്നൊരു സ്വരം 2 പ്രാവശ്യം ശ്രവിച്ചു. അതിൽ 1-ാമത്തെ അക്ഷരം സ്പർശവർണ്ണമാലയിൽ 16-ാമത്തെ അക്ഷരത്താലും മറ്റേത് 21-ാമത്തെ അക്ഷരത്തിൽ നിന്നും എടുക്കപ്പെട്ടു. സന്യാസ ജീവിതക്രമത്തിൻ്റെ ധനമാകുവാൻ വേണ്ടിയാണ് ആ 2 വർണ്ണങ്ങൾ തഭ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന് പറയുന്നു. തഭ എന്നുള്ളൊരു വാക്ക് കേട്ടു. 7-ാമത്തെ ശ്ലോകം നിശമ്യ തദുക്ത്രീ ദിദൃക്ഷയാദിശോ വിലോക്യ തത്രാന്യഥാ പശ്യമാന സുധിഷ്ണ്യമാസ്ഥായ വിമൃശ്യ തദ്ധതിം തപസ്യുഭാദിഷ്ട യദാദദേമന. ആ നാദം ശ്രവിച്ചപ്പോൾ 4 പാടും തിരഞ്ഞുകൊണ്ട് ആരാണ് അത് ഉച്ചരിച്ചതെന്ന് അറിയുവാനായി അദ്ദേഹം പരിശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തെ അല്ലാതെ മറ്റാരെയും കാണാൻ കഴിഞ്ഞില്ല. ആയതിനാൽ അദ്ദേഹത്തോട് നിർദ്ദേശിക്കപ്പെട്ടതുപോലെ സ്വപത്മപീഠത്തിൽ ദൃഢമായി ആസനസ്ഥനായിക്കൊണ്ട് തപസ് അനുഷ്ഠിക്കുന്നതിലേക്ക് സ്വമനസ്സിനെ ഏകാഗ്രമാക്കിയാണ് ബുദ്ധിയെന്ന് ബ്രഹ്മാവ് ചിന്തിച്ചു. 8-ാമത്തെ ശ്ലോകം ദിവ്യം സഹസ്രാബ്ദമോഘദർശനോ ജിതാനിലാത്മാ വിജിതോ ഭയേന്ദ്രിയ തപ്യേതസ്മാഖില ലോകതാപനം തപസ്തപിയാസ്തപ്താം സമാഹിത. ദേവന്മാരുടെ ഗണനപ്രകാരമുള്ള 1000 വർഷം ബ്രഹ്മാവ് തപസ് അനുഷ്ഠിച്ചു. ഈ അതീന്ദ്ര ശബ്ദപ്രകമ്പനം അദ്ദേഹം ആകാശത്തു നിന്ന് ശ്രവിക്കുകയും അതിനെ ദിവ്യമായി അംഗീകരിക്കുകയും ചെയ്തു. അപ്രകാരം അദ്ദേഹത്തിൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ചു. അദ്ദേഹം അനുഷ്ഠിച്ച തപശ്ചര്യകൾ ജീവസത്തൽക്കുള്ള മഹത്തായ പാഠമാകുന്നു. ആകയാൽ അദ്ദേഹം താപസന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നു. 9-ാമത്തെ ശ്ലോകം തസ്മൈ ശ്ലോകം ഭഗവാൻ സഭാജിത സന്ദർശയാമാസ പരം നയത്പരം വ്യവേദസംക്ലേശ വിമോഹസാധ്വസം സ്വദൃഷ്ടവദ്ഭിരപുരശ്രിയഭിഷ്ടുതം. ബ്രഹ്മാവിൻ്റെ തപസ്സിൽ അപ്രകാരം അത്യന്തം സംതൃപ്തനായ പരമദിവ്യോത്തമ പുരുഷൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മറ്റുള്ളവയ്ക്കെല്ലാം ഉപരിയായ പരമോന്നത ലോകം വൈകുണ്ഠ ലോകം ബ്രഹ്മാവിന് പ്രത്യക്ഷമാക്കുന്നതിൽ അത്യന്തം സന്തുഷ്ടനായിരുന്നു. എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും മായാദർശന അസ്തിത്വങ്ങളുടെ ഭയത്തിൽ നിന്നും മുക്തനാക്കിപ്പെട്ട ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച എല്ലാ വ്യക്തികളാലും ഭഗവാന്റെ ഈ അതീന്ദ്രിയധാമം പൂജിക്കപ്പെടുന്നു. പ്രവർത്തതേ യത്ര രജസ്തമസ്തയാ സത്വം ച മിശ്രം ച കാലവിക്രമ ന യത്ര മായാ കിമതാ പരേ ഹരേർ അനുവൃഥ യത്ര സുരാസുരാർച്ചിത. ഭഗവാന്റെ ആ സുഹൃത ധാമത്തിൽ രജസ് തമസ് എന്നീ ഭൗതിക ഗുണങ്ങൾ സ്ഥിതി ചെയ്യുകയോ സാത്വിക ഗുണത്തിലുള്ള അവയുടെ പ്രഭാവമോ ഉണ്ടായിരിക്കില്ല. കാലത്തിൻ്റെ സ്വാധീന ശക്തിയും അവിടെ പ്രാധാന്യം ഉണ്ടായിരിക്കില്ല. ആകയാൽ മായിക ബഹിരംഗ ശക്തിയെക്കുറിച്ച് എന്ത് പറയാനാണ്? ആ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുവാൻ പോലും സാധ്യമാവുകയില്ല. ദേവന്മാരെന്നോ അസുരന്മാരെന്നോ വിവേചനം കൂടാതെ ഇരുവരും ഭക്തരെ പോലെ ഭഗവാനെ ആരാധിക്കുന്നു. 11-ാമത്തെ ശ്ലോകം ശ്യാമാവതാത ശതപത്രലോചന വിശംഗവസ്ത്ര സുരുച സുവേഷസ സർവേ ചതുർബാഹവന്മിഷന്മണി പ്രവേഗ നിഷ്കാഭരണ സുവർച്ചസ. വൈകുണ്ഠ ലോക നിവാസികളെ പ്രദീപ്തമായി ശ്യാമവർണ്ണത്തോട് കൂടിയവരായി വർണ്ണിച്ചിരിക്കുന്നു.
അവരുടെ നയനങ്ങൾ താമരപ്പൂവിനോട് സാമ്യമുള്ളതും ഉടയാടകൾ പീതവർണ്ണമാർന്നതും സശരീര ലക്ഷണങ്ങൾ അത്യന്തം ആകർഷവും അവരുടെ പ്രായം ദീപ്യമാന്യ യൗവനവുമാകുന്നു. അവരെ എല്ലാവരെയും ചതുർബാഹുക്കളോട് കൂടിയവരും ആഭരണമായി വൻ പതകങ്ങളോട് കൂടിയവും മുത്തുമാല ധരിച്ച് ഹൃദ്യമായ അലങ്കരിക്കപ്പെട്ടവരും കണ്ണഞ്ചിപ്പിക്കുന്ന തേജസ്സുള്ളവരുമായി ആകുന്നു. 12ാമത്തെ ശ്ലോകം. പ്രവാള വൈഢൂര്യ മൃണാളവർച്ചസ പരിസ്ഫുരിത് കുണ്ടലമൗലിമാലിനെ. അവരിൽ ചിലരുടെ വർണ്ണം പവിഴത്തെയും വൈധൂര്യത്തെയും പോലെ ആകുന്നു. മാത്രവുമല്ല താമരപ്പൂക്കളെ പോലെ പുഷ്പിതമായ ഹാരം ശിരസിൽ അണിഞ്ഞിരുന്നു. ചിലർ കുണ്ടലങ്ങൾ ധരിച്ചിരുന്നു. ഭ്രാജിഷ്ണുർഭിര്യാ പരിതോ വിരാജതേ ലസദ്ധിമാനാവലഭിർമഹാത്മാനാം വിദ്യോതമാന പ്രമദോത്തമാദ്യുഭി സവിദ്യാഭ്രാവലീഭിര്യഥാതഭ. വിവിധ വിമാനങ്ങൾ വൈകുണ്ഠ ലോകങ്ങൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന അവയതെല്ലാം പ്രദീപ്തവും അത്യുജ്വലമായ നിമിഷമായിരുന്നു. ഈ വിമാനങ്ങൾ ശ്രേഷ്ഠരായ മഹാത്മാക്കളുടേത് അഥവാ ഭഗവത് ഭക്തരുടെ ആകുന്നു. യുവതികൾ അവരുടെ ദിവ്യമുഖരാഗത്താൽ മിന്നൽ പിണരിനെ പോലെ സൗന്ദര്യമുള്ളവരാകുന്നു. ഇവയെല്ലാം കൂടി ഒരുമിച്ച് ചേരുകയാൽ നഭസ് മേഘങ്ങളാലും മിന്നലുകളാലും അലങ്കരിക്കപ്പെട്ട പോലെ കാണപ്പെടുന്നു. വൈകുണ്ഠ വർണ്ണനയാണ്. രൂപിണ്യോ രുഗയാപാദയോ കരോതിമാന ബഹുധാ വിഭൂതിഭി പ്രൈംഖം ശ്രിധായ കുസുമാകരാനുഗൈർവിഗീയമാന പ്രിയകർമ്മ ഗായതി. ഐശ്വര്യദേവത അവളുടെ അതീന്ദ്രിയ രൂപത്തിൽ ഭഗവത് പാദാംബുജങ്ങളുടെ പ്രേമയുധ സേവനത്തിൽ വ്യാപൃതയായിരിക്കുന്നു. വസന്ത അനുഗാമികളായി കരിവണ്ടുകളാൽ വികാരങ്ങൾ ഉദ്ദീപിപ്പിക്കപ്പെടുകയാൽ അവൾ തൻ്റെ സന്തത സഹചാരിയോടൊപ്പം ഭഗവാനെ സേവിക്കുന്ന എന്ന വൈവിധ്യമാർന്ന ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഭഗവത് കർമ്മ മഹാത്മ്യങ്ങളെ ആലപിക്കുന്നതിലും നിരതയായിരിക്കുന്നു. ദദർശ തത്രാഖില സാത്വതാംപതി ശ്രീയപതിം യജ്ഞപതിം ജഗത്പതിം സുനന്ദനന്ദ പ്രബലാർഹണാദിഭി പാർഷദാഗ്രേ പരിസേവിതം വിഭോ. ഐശ്വര്യദേവതയുടെ പത്നി ലക്ഷ്മീപതി മുഴുവൻ ഭക്തസമൂഹത്തിൻ്റെയും നാഥനും സർവ്വയജ്ഞങ്ങളുടെ അധിപനും പ്രപഞ്ചത്തിൻ്റെ നാഥനും നന്ദൻ, സുനന്ദൻ, പ്രബലൻ, അർഹണൻ എന്നിവരെ പോലുള്ള ഉത്കൃഷ്ടരായ ശിഷ്യരാലും ഭഗവാനുമായി നേരിട്ട് ബന്ധമുള്ള അനുയായികളാലും പരിസേവിക്കപ്പെടുന്നവനുമായ പരമദിവ്യോത്തം പുരുഷനെ ബ്രഹ്മാവ് വൈകുണ്ഠ ലോകങ്ങളിൽ ദർശിച്ചു. അന്നേരം ഭഗവാന്റെ പാർഷദരോടൊപ്പം ഭഗവാനെ കാണുകയാണ്. ഭൃത്യപ്രസാദാഭിമുഖം ബൃഹാസവം പ്രസന്നഹാസാരുണലോചനാനനം കിരീടനം കുണ്ടലിനീം ചതുർഭുജം പീതാശുകം വക്ഷസി ലക്ഷിതം ശ്രിയാ. തൻ്റെ പ്രേമയുധ സേവകരോട് അനുഗ്രഹപരമായി ചായ്വുള്ളവനായിട്ട് നിരൂപിക്കപ്പെട്ട പരമദിവ്യോത്തം പുരുഷൻ അത്യന്തം പ്രസന്നനായി വരികയും അദ്ദേഹത്തിൻ്റെ ദർശനം അത്യന്തം ലഹരി പിടിപ്പിക്കുന്നതും ആകുന്നു. വശ്യതായർന്ന രക്തവർണ്ണനങ്ങളാൽ അലങ്കരിക്കപ്പെട്ട മന്ദഹാസം പൂരിതമായിരുന്ന വദനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പീത നിറമാർന്ന ഉടയാടകളും കർണകുണ്ടലങ്ങളും ശിരസിൽ കിരീടവും ധരിച്ചിരുന്നു. അദ്ദേഹത്തിന് ചതുർബാഹുക്കൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ വക്ഷസിൽ ലക്ഷ്മി ദേവിയുടെ അടയാളമായ ശ്രീവത്സ മുദ്രയുണ്ടായിരുന്നു. ഹരിവും. അധ്യർഹണീയാസനമാസ്ഥിതം പരം വൃതം ചതുഷോഡശ പഞ്ചശക്തിഭി യുക്തം ഭഗൈ സ്വൈരിതരിത്രഛാധ്രുവൈ സ്വ ഏവധാമൻ രമമാണമീശ്വരം. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ തൻ്റെ നൈസർഗികമായ ഷഡ്ഭൂതികളാലും ഷോഡശ പഞ്ച ഇത്യാദി വിഭിന്ന ശക്തികളാലും അസ്ഥിര ഗുണവിശേഷങ്ങളുടെ മറ്റു അപ്രധാന ശക്തികളാലും പരിസേവിതനായി ആസനസ്ഥനായിരിക്കുന്നു. എങ്കിലും അദ്ദേഹം സുധാമത്തിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സത്യമായ പരമോന്നത ഭഗവാനായിരുന്നു എന്ന് പറഞ്ഞു. തദശനാഹ്ലാദപരിപ്ലുതാന്തരേ ഋഷ്യാത്തനു പ്രേമഭരാശ്രുലോചന തദ്നാമപദാംബുജമസ്യ വിശ്വശൃംഗയത് പാരമഹംസേന പദാധിഗമ്യതേ. അപ്രകാരം ബ്രഹ്മാവ് പരമദിവ്യോത്തം പുരുഷനെ പൂർണ്ണതയിൽ ദർശിച്ച് ഹൃദയാന്തര ആഹ്ലാദത്താൽ മറക്കുകയും അങ്ങനെ അതീന്ദ്രിയ പ്രേമത്തിൻ്റെ പാരമ്യത്തിൽ ഹർഷോന്മാദത്താൽ ബ്രഹ്മാവിൻ്റെ മിഴികൾ പ്രേമാശ്രുക്കളാൽ നിറയുകയും ചെയ്തു. ജീവസക്തകൾക്ക് ഉചിതമായ സർവോത്കൃഷ്ടമായ പരിപൂർണ സാക്ഷാത്കാര മാർഗം അപ്രകാരമാകുന്നു. അങ്ങനെ വൈകുണ്ഠ ദർശനം ലഭിക്കുകയാണ്. ബ്രഹ്മസംഹിതയിൽ ഗോലോകം ദർശിച്ചതായിട്ടും പറയുന്നു. പക്ഷെ ഭാഗവത്തിൽ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നില്ല. കാരണം ദശമസ്കന്ധമാകുമ്പോഴാണല്ലോ ഭഗവാൻ കൃഷ്ണൻ്റെ എൻട്രി. അന്നേരം ആ ഒരു കാരണത്താലാണ് കൂടുതലും
ഗോലോകത്തെക്കുറിച്ചുള്ള എൻട്രികളും അതെല്ലാം പരമരഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ. അത് ബ്രഹ്മസംഹിതയിലാണ് പറയുന്നത്. തം പ്രിയമാണാം സമുപസ്ഥിതം കവിം പ്രജാവിസർഗേ നിജശാസനാർഹണം ഭവാഷ ഈഷത് സ്മിത ശോചിഷാഗിര പ്രിയ പ്രിയം പ്രീതമാന കരേ സ്പൃശൻ. തൻ്റെ സവിധത്തിൽ സന്നിഹിതനായ ബ്രഹ്മാവിനെ വീക്ഷിച്ചിട്ട് ജീവസത്യങ്ങളെ സൃഷ്ടിക്കുവാനും സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് നിയന്ത്രിക്കുവാനും അർഹതയുള്ളവനാണെന്ന് ഭഗവാൻ അംഗീകരിച്ചു. അദ്ദേഹത്തിൽ അത്യന്തം പ്രസന്നനായി സൗമ്യമായി മന്ദഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഹസ്തദാനം ചെയ്ത് ഇപ്രകാരം അഭിസംബോധന ചെയ്തു. ഇവിടെ വർണ്ണന അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ഷീരോദകശായ വിഷ്ണുവിനെയാണ്, അവിടെയുള്ള വൈകുണ്ഠത്തെയാണ് ബ്രഹ്മദേവൻ കണ്ടത്. ശ്രീ ഭഗവാനുവാച ത്വയാഹം ദോഷിത സമ്യക് വേദഗർഭ ശ്രീസൃക്ഷയ ചിരം വൃത്തേന തപസ മുസ്തോഷാകൂടയോഗിനാം. സർവാകർഷനായ പരമദിവ്യോത്തമ പുരുഷൻ ഇപ്രകാരം ബ്രഹ്മാവിനെ അഭിസംബോധന ചെയ്തു. ഹേ ബ്രഹ്മാവേ, വേദങ്ങളാൽ പരിപൂരിതനായ അങ്ങയുടെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഇച്ഛയോടുകൂടിയ ദീർഘകാലത്തിൻ്റെ കഠിന തപസ്യയിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനായിരിക്കുന്നു. കപട യോഗികളിൽ ഞാൻ സംപ്രീതനാവുകയില്ല. കാപട്യം നിറഞ്ഞ ആ യോഗത്തിൽ ഭഗവാൻ ഒരിക്കലും സംപ്രീതനാ. വരം വരയാ ഭദ്രം ദേവരേശം അവിവാഞ്ചിതം ബ്രഹ്മശ്രേയ പരിശ്രാമ പുംസാമദർശനാമധി. അല്ലയോ ബ്രഹ്മാവേ, അങ്ങേക്ക് സകല സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. സർവ്വവരങ്ങളും പ്രദാനം ചെയ്ത് എന്നോട് ആഗ്രഹിക്കുന്നതെന്തും അങ്ങയോട് ആവശ്യപ്പെടാം. എല്ലാ തപശ്ചര്യകളുടെയും അത്യന്തികമായ അനുഗ്രഹം സാക്ഷാത്കാരത്തിലൂടെ എന്നെ ദർശിക്കുകയാണെന്ന് അങ്ങേക്ക് അറിയാവുന്നതാണ്. 22ാമത്തെ ശ്ലോകം. മനീഷിതാനുഭാവയോയം മമ ലോകോപലോകനം യദു പശ്രുതിയാ രഹസീ ചകർത്ത പരമം തപ. പൂർണ്ണ വൈദഗ്ധ്യം കൈവരുത്തുന്ന പരമമായ കൽപ്പനാപാഠവും എൻ്റെ വൈകുണ്ഠ ലോകങ്ങളെ സംബന്ധിക്കുന്ന സ്വകീയമായ ഇന്ദ്രിയ ജ്ഞാനമാകുന്നു. എൻ്റെ ആജ്ഞാനുസരണം കഠിന തപശ്ചര്യാനുഷ്ഠാനത്തിലൂടെ താങ്കളുടെ വിധേയ മനോഭാവത്തിലാണ് ഇത് സാധ്യമായത്. പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കർമ്മ വിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാദാത്മഹം തപസോനഖ. ഈ പാപരഹിതനായ ബ്രഹ്മദേവ, അങ്ങയുടെ കർത്തവ്യത്തെ സംബന്ധിച്ച് അങ്ങ് ഉത്കണ്ഠാകുലനായിരുന്നപ്പോൾ തപം അനുഷ്ഠിക്കുക എന്ന് അങ്ങയുടെ ആദ്യം നിർദ്ദേശിച്ച ഞാനാണെന്ന് അങ്ങ് എന്നിൽ നിന്നും അറിയുക. അത്തരത്തിലുള്ള തപശ്ചര്യ എൻ്റെ ഹൃദയവും ആത്മാവും ആകുന്നു. ആകയാൽ തപവും ജ്ഞാനവും അഭിന്നങ്ങളാണ്. ഭഗവാൻ തന്നെയാണ് തപസ്യ. സൃജാമി തപസ്സൈവേദം ഗ്രസാമി തപസാ പുന ബിഭർമി തപസാ വിശ്വം വീര്യമേ ദുശ്ചരം തപ. അവർണം തപത്താൽ ഞാൻ ഈ വിശ്വപ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ഈ പ്രപഞ്ചത്തെ ഞാൻ നിലനിർത്തുന്നു തപ എന്ന അതേ ശക്തിയാലാണ്. മാത്രവുമല്ല, ഞാൻ അതിനെയെല്ലാം പിൻവലിക്കുന്നതും അതേ ശക്തിയാൽ തന്നെയാകുന്നു. ആകയാൽ ലീനമായ ശക്തി തപ മാത്രമാകുന്നു. ബ്രഹ്മ ഉവാച ഭഗവാൻ സർവഭൂതാനാമധ്യക്ഷോ അവസ്ഥിതോ ഗുഹാം വേദ ഹ്യപ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികിത്സിതം. ബ്രഹ്മദേവൻ പറഞ്ഞു, അല്ലയോ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങ് ഏവരുടെയും അന്തരംഗത്തിൽ പരമനിർവാഹകനായി അവസ്ഥിതമായിരിക്കുന്നു. ആകയാൽ പ്രതിബന്ധങ്ങൾ എന്തൊക്കെയായാലും അവയൊന്നും കൂടാതെ അങ്ങയുടെ അതിശയനീയമായ ബുദ്ധിശക്തിയാൽ സർവ്വ ഉദ്യമങ്ങളെക്കുറിച്ചും അങ്ങറിയുന്നു. 26ാമത്തെ ശ്ലോകം. തഥാഭീനാഥമാനസ്യ നാഥനാഥയാ നാഥിതം പരാവരേ യഥാരൂപേ ജാനിയാം തേ ത്വരൂപിണേ. അത് അങ്ങനെ ആയിരുന്നിട്ടും അല്ലയോ എൻ്റെ നാഥ, അങ്ങ് ദയവായി എൻ്റെ അഭിലാഷം നിറവേറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അവകാശപ്പെട്ട സർവാതിശയവും ആത്മജാനപരവും അതീന്ദ്രിയമായ രൂപം ഉണ്ടായിരുന്നിട്ടും അങ്ങ് ഐഹികമായ രൂപങ്ങൾ സ്വീകരിച്ചത് അങ്ങേക്ക് അത്തരത്തിലുള്ള യാതൊന്നും തന്നെ ഇല്ലാതിരുന്നിട്ട് കൂടി അങ്ങ് അവ കൈക്കൊണ്ടത് എങ്ങനെയെന്ന് ദയവായി അരുൾ ചെയ്താൽ. എങ്ങനെയാണ് അങ്ങ് പല പല രൂപങ്ങളെടുത്ത് ഈ സൃഷ്ടിയുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നതിനെക്കുറിച്ച് ബ്രഹ്മദേവൻ വീണ്ടും ഭഗവാനോട് ചോദിക്കുകയാണ്. അന്നേരം നാരദ മഹർഷിക്ക് ബ്രഹ്മദേവൻ പറഞ്ഞതെല്ലാം ചുരുക്കത്തിൽ ശുകദേവ ഗോസ്വാമി പറഞ്ഞു. പക്ഷേ അത് കൂടുതൽ വിസ്തരിച്ചറിയാൻ താല്പര്യപ്പെട്ടു പരീക്ഷിത മഹാരാജ. അന്നേരം ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഇപ്പോൾ ശുകദേവ് ഗോസ്വാമി ഭഗവാന്റെ ദർശനം ലഭിച്ച ബ്രഹ്മദേവൻ ഭഗവാന്റെ ദർശനം എങ്ങനെ കൊടുത്തു, ഭഗവാനുമായിട്ടുള്ള സംവാദം എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ച് പറയുന്നത്. കാരണം ഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആരോട് പറഞ്ഞു? ബ്രഹ്മദേവൻ ശുകദേവ് ഗോസ്വാമിയോട് പറഞ്ഞപ്പോൾ പരീക്ഷിത മഹാരാജാവിന് ഭഗവാനെ കണ്ട ആ അനുഭൂതിയെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെട്ടു. അതാണ് അവിടെ ഒരു ചോദ്യം വന്നത്. അങ്ങനെ സവിസ്തരിച്ച് ശുകദേവ് ഗോസ്വാമി ആ ദർശന സംവാദത്തെക്കുറിച്ച് പറയുകയാണ്. യഥാത്മമായ യോഗേന നാനാശക്തി ബ്രഹ്മിതം
വിലുംബൻ വിസൃജൻ ഗൃഹണൻ ബിഭ്രതാത്മാനമാത്മന. അനന്തരം അങ്ങ് പരസ്പര സംയോഗത്തിലൂടെയും പരസ്പര മാറ്റത്തിലൂടെയും സൃഷ്ടി, സ്ഥിതി, സംഹാരം, സ്വീകാര്യം എന്നിവയ്ക്കുള്ള പരിപാലനവും നടന്നുദ്ദേശിച്ചത് എന്നിവയ്ക്കുള്ള വിഭിന്ന ശക്തികൾ ആവിഷ്കരിച്ചത് എപ്രകാരമെന്ന് ദയവായി എനിക്ക് വിശദമാക്കിയാലും. അങ്ങ് എങ്ങനെയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം അതൊക്കെ ചെയ്യുന്നതെന്ന് അത് കാണിക്കൂ എന്ന് ഭഗവാനോട് പറഞ്ഞു. ക്രീഡസ്യ മോഹസങ്കൽപ്പ ഊർണനാഭിരയത്തോന്നുദേ തഥാ തദ്വിഷാം ദേഹി മനുഷ്യാം മഹി മാധവ. അല്ലയോ മാധവ, അവയെക്കുറിച്ചുള്ളതെല്ലാം ദർശാനുസാരണെ ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും സ്വന്തം ശക്തിയാൽ തന്നെ താൻ ആവരണം ചെയ്യുന്ന ഒരു ചിലന്തിയെപ്പോലെ അങ്ങ് വിലസിക്കുന്നു. മാത്രവുമല്ല, അങ്ങയുടെ നിശ്ചയം തെറ്റുവരാൻ സാധ്യമില്ലാത്തതാകുന്നു, അഥവാ പിഴപറ്റാത്തതാകുന്നു എന്ന് പറയുന്നു. ഭവച്ഛിതമഹം ഗരവാണി ഹൃദന്ദ്രിധ നേഹമാന പ്രജാസർഗം ബദ്ധേയം ധനുഗ്രഹാത്. പരമദിവ്യോത്തമ പുരുഷന്റെ നിർദ്ദേശപ്രകാരം ആ ശ്രദ്ധാവിഷയത്തിൽ ശിക്ഷണം ചെയ്യപ്പെടാൻ ഉദകുമാര് ദയവായി എനിക്ക് പറഞ്ഞു തരിക. അപ്രകാരം ജീവസത്തകളെ ഉൽപ്പത്തിയാക്കുവാൻ അത്തരം പ്രവർത്തനങ്ങളാൽ വ്യവസ്ഥീകൃതനാക്കപ്പെടാതെ ഞാൻ സഹായിക്കാൻ പ്രവർത്തിപ്പിക്കപ്പെടട്ടെ എന്ന് പറയുന്നു. സൃഷ്ടിയുടെ ആ ഒരു തുടക്കമൊക്കെ ആരംഭിക്കാം. യാവത് സഖാ സഖ്യുർവേഷതേ കൃത പ്രജാ വിസർഗേ വിഭജാമി ഭോജനം അവിക്ലവസ്തേ പരികർമ്മിണി സ്ഥിതോ മാമേ സമുന്നദ്ധമതോ അജമാനിന. അജനായ അല്ലയോ എൻ്റെ ഭഗവാനെ, ഒരു മിത്രം മറ്റൊരു മിത്രത്തോടെന്ന പോലെ സമാന നിലയിലുള്ളവരാകുന്നവണ്ണം താങ്കൾ എനിക്ക് ഹസ്തദാനം നൽകിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ജീവസത്തകളുടെ സൃഷ്ടിയിൽ ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല, അങ്ങയുടെ സേവനത്തിൽ ഞാനും സർവ്വതാ വ്യാപൃതനായിരിക്കുകയും ചെയ്യും. എനിക്ക് മനഃക്ഷോഭം ഉണ്ടായിരിക്കുമെങ്കിലും ഇതെല്ലാം എന്നിൽ പരമോന്നതൻ ഞാനായിരുന്നു എന്ന് ഗർവം ഉടലെടുക്കുവാൻ കാരണമാകാതിരിക്കട്ടെ. എല്ലാം ഭഗവാനാണെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ എനിക്ക് സൃഷ്ടിയിൽ ഗർവവും ഉണ്ടാവത്തില്ല എന്ന് പറയും. നീ ഭഗവാൻ പറഞ്ഞു തുടങ്ങിയാണ്. ശ്രീ ഭഗവാനുവാച ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ച ഗ്രഹാണയതിദം മയാ. പുരുഷൻ അരുൾ ചെയ്തു, ധർമ്മഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള എന്നെക്കുറിച്ചുള്ള ജ്ഞാനം അതീവ രഹസ്യമായും ഭക്തിയുത സേവനത്തോടൊപ്പം സമന്വയിപ്പിച്ച് സാക്ഷാത്കരിക്കപ്പെടേണ്ടതുമാകുന്നു. ആ പ്രക്രിയയ്ക്ക് ആവശ്യമായ അനുസാരികൾ ഞാൻ വിശദമാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങേക്ക് സശ്രദ്ധം സ്വീകരിക്കാവുന്നതാണ്. ഭഗവാൻ വിസ്തരിച്ച് പറയുകയാണല്ല. മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം. യാവാനുഹം യഥാഭാവോ യദ്രുപഗുണകർമ്മക തദൈവ തത്വവിജ്ഞാനമസ്തു തേവനുഗ്രഹാത്. എൻ്റെ അഹേതുകമായ കാരുണ്യത്താൽ സത്യമായ സാക്ഷാത്കാരത്തിലൂടെ യഥാർത്ഥമായി എൻ്റെ ശാശ്വത രൂപവും എൻ്റെ അതീന്ദ്രിയ അസ്തിത്വവും വർണ്ണവും ഗുണങ്ങളും കർമ്മങ്ങളും ഇത്യാദി എൻ്റെ സർവവും അങ്ങേക്കുള്ളിൽ ഊർജ്ജസ്വലമാവട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. 33ാമത്തെ ശ്ലോകം. അഹമേ സമേവാഗ്രേ നാന്യദ്യത് സദസത്പരം പശ്ചാദഹം യഥേതച്ചയോ അവശിഷ്യതേ സ്വസ്മിഹം. അല്ലയോ ബ്രഹ്മാവേ, ഇവിടം ശൂന്യമായിരുന്നപ്പോൾ, അതായത് സൃഷ്ടിക്ക് മുമ്പേ ഇവിടെ നിന്നിരുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഞാനാകുന്നു. ഇനി പറയുന്ന 4 ശ്ലോകങ്ങൾ ചതുശ്ലോകി ഭാഗവതം എന്ന് പറയും. ഈ ചതുശ്ലോകി ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ശ്ലോകത്തിലൂടെ ഭഗവാൻ ബ്രഹ്മദേവന് സൃഷ്ടിയെക്കുറിച്ചുള്ള പൂർണ്ണ കാര്യങ്ങൾ മനസ്സിൽ കൊടുക്കുകയാണ്. അതായത് ഈ 33, 34, 35, 36 ഈ 4 ശ്ലോകങ്ങളിലൂടെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 4 ശ്ലോകങ്ങളിലൂടെയാണ് ഭാഗവതം ബ്രഹ്മദേവന് പൂർണ്ണമായിട്ടും പറഞ്ഞു കൊടുക്കുന്നത്. അഹമേ സമേവാഗ്രേ നാന്യദ്യത് സദസത്പരം പശ്ചാദഹം യഥേതച്ചയോ അവശിഷ്യതേ സോ അസ്മ്യഹം. അല്ലയോ ബ്രഹ്മാവ്, ഇവിടം ശൂന്യമായിരുന്നപ്പോൾ, അതായത് സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ നിലനിന്നിരുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഞാനാകുന്നു. ഭൗതിക പ്രകൃതിയോ ഈ സൃഷ്ടിക്ക് കാരണമോ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങ് ഇപ്പോൾ കാണുന്നതും ഞാനാകുന്നു. മാത്രവുമല്ല, സർവ്വസംഹാരത്തിനും ശേഷം അവശേഷിക്കുന്നതും ഞാൻ ആയിരിക്കും എന്ന് ഭഗവാൻ പറയാം. ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മുന്നോട്ട് സത്സംഗത്തിൽ വായിക്കാം.
34-ാമത്തെ ശ്ലോകം. ഹൃദയർത്ഥം യത് പ്രീതിയേതന പ്രദീയതേ ചാത്മനി തദ്വിദ്യാധാത്മനോ മായാം യഥാ ഭാസോ യഥാ തമ. അല്ലയോ ബ്രഹ്മാവേ, എന്തു തന്നെ മൂല്യമുള്ളതായാലും അതിനെ എന്നോട് ബന്ധപ്പെടുത്താത്ത പക്ഷം അതിന് വാസ്തവികത്വം ഉണ്ടായിരിക്കുകയില്ല. അതിനെ എൻ്റെ മായാശക്തിയായി അറിയുക അന്ധകാരത്തിലെ പ്രതിഫലനം പോലെ കാണായി വരുന്നു. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും വാല്യൂ, മൂല്യം, അല്ലെങ്കിൽ ഒന്നുമില്ല. 33, 34, 35. യഥാ മഹാന്തിഭൂതാനി ഭൂതേഷു ചാവചേഷ്വനി പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം. അല്ലയോ ബ്രഹ്മാവേ, പ്രാപഞ്ചിക ഘടകങ്ങൾ ഒരേ സമയം പ്രപഞ്ചത്തിനുള്ളിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് പോലെ സകലത്തിലും ഞാൻ അന്തർവർത്തിക്കുകയും ബാഹ്യവർത്തിക്കുകയും സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടിക്ക് മുമ്പേ ഞാനാണുള്ളത്, സൃഷ്ടിക്ക് ശേഷവും ഞാനാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാം അവസാനിക്കുമ്പോഴും എന്നിൽ തന്നെയാണ്. ഈ ലോകത്തിലുള്ള എല്ലാം ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ അതിന് മൂല്യമുള്ളൂ, അല്ലെങ്കിൽ ഒന്നും മൂല്യമില്ല. ഇനി 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? എല്ലാത്തിൻ്റെയും അന്തർവൃത്തിയായും ബാഹ്യവർത്തിയായും സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ എല്ലാത്തിൻ്റെ ഉള്ളിലും പുറത്തുമുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. ഇതാണ് 3 ശ്ലോകം. ചതുശ്ലോകിയുടെ 4-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസനോ ആത്മനഃ അന്യവതീരേഖാഭ്യാം യത് സ്യാത് സർവത്ര സർവദാ. പരമപരിപൂർണ സത്യമായ പരമദിവ്യോത്തമ പുരുഷനെക്കുറിച്ച് ആരായുന്ന ഒരു വ്യക്തി ഏതു സാഹചര്യത്തിലും പ്രത്യക്ഷമായും പരോക്ഷമായും സർവകാലദേശികളിലും അതിനുവേണ്ടി നിശ്ചയമായും ഇതുവരേക്കും അന്വേഷണം നടത്തും. പരിപൂർണ സത്യമായ പരമദിവ്യോത്തമ പുരുഷനെക്കുറിച്ച് ആരായുന്ന ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യക്ഷമായും പരോക്ഷമായും സർവകാലദേശങ്ങളിലും അതിനുവേണ്ടി നിശ്ചയമായും ഇതുവരേക്കും അന്വേഷണം നടത്തും. ഏത് സാഹചര്യമാണെങ്കിലും. അന്നേരം ഈ 4 ശ്ലോകങ്ങളിലൂടെയാണ് ഭഗവാൻ ഭാഗവതം ഒരു കോഡായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ 4 ശ്ലോകത്തിൽ സമ്പൂർണ്ണ ഭാഗവതമുണ്ട്. നോക്കണേ, ഈ 4 ശ്ലോകങ്ങളിലൂടെയാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നു. ആ ചതുശ്ലോകി ഭാഗവത്തിലൂടെ ഭഗവാൻ ബ്രഹ്മദേവന് സമ്പൂർണ്ണ ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്. അതിനെ ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയും നാരദ മഹർഷി അതിനെ കൂടുതൽ വിസ്തരിച്ച് മുന്നോട്ട് വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയും വ്യാസമഹർഷി അത് ശുകദേവ് ഗോസ്വാമിക്കും ശുകദേവ ഗോസ്വാമി പരീക്ഷത്തിനും അതേ സമയത്ത് തന്നെ സൂത ഗോസ്വാമി അത് കേൾക്കുകയും ശൗനകാദി ഋഷികൾക്കും. അങ്ങനെയാണ് നമുക്ക് ഈ ഭാഗവതം ലഭിച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. हरि बोल. जी अगरबत्ती आपको चाहिए हो? क्यों प्रभु जी, चाहिए आपको कुछ काम था? नहीं, वो एक आया है वृंदावन में अगरबत्ती मांगता है. हाँ दे दो. आपको मैं दूसरा देता. അന്നേരം ഇവിടെ സൃഷ്ടിയുടെ എല്ലാം തുടക്കത്തിൽ ഭഗവാൻ, സൃഷ്ടിയുടെ മധ്യമത്തിലും ഭഗവാൻ, സൃഷ്ടിയുടെ എല്ലാം അന്ത്യത്തിലും ഭഗവാൻ, എല്ലാത്തിൻ്റെ അകത്തും പുറത്തും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു അല്ലേ? അതാണ് 3-ാമത്തെ ഇതിൽ പറയുന്നത്. പിന്നെ 34-ാമത്തെ ശ്ലോകത്തിൽ ആദ്യം 33-ാമത്തെ ശ്ലോകത്തിൽ എല്ലാത്തിൻ്റെ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. ഇനി 34-ാമത്തെ ശ്ലോകം. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മാത്രമേ അതിന് മൂല്യമുള്ളൂ. ഭഗവാനുമായിട്ട് ബന്ധമില്ലെങ്കിൽ മൂല്യരഹിതമാണ് എന്ന് പറയുന്നു. ഇനി 35-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് എന്തൊക്കെയുണ്ടോ ഈ ലോകത്തിൽ അത് എന്തു പറയുന്നേ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും 31 കൂടെ നമുക്ക് നോക്കാം.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാത്തിൻ്റെ അകത്തും പുറത്തും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവസാന ശ്ലോകമായ 36-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? ഒരാൾ യഥാർത്ഥത്തിൽ ഭഗവാനെ അന്വേഷിക്കുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിലും ഏത് പരിസ്ഥിതിയിലും അദ്ദേഹം ഭഗവാനെ അന്വേഷിച്ച് കണ്ടെത്തും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ 4 ശ്ലോകങ്ങളാണ് ചതുശ്ലോകി ഭാഗവതം. ഈ ചതുശ്ലോകി ഭാഗവത്തിലൂടെയാണ് ഭഗവാൻ ബ്രഹ്മദേവന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 37-ാമത്തെ ശ്ലോകം. ഏതന്മതം സമാധിഷ്ഠ പരമേന സമാധിനാ ഭവാൻ കൽപ്പ വികൽപേഷു ന വിമുഹ്യതി കർഹിചിത്. അല്ലയോ ബ്രഹ്മാവേ, ഈ നിർണയത്തെ ദൃഢീകൃതമായി ഏകാഗ്രതയാൽ അനുവർത്തിക്കുക. അപ്രകാരമായാൽ ഭാഗികമോ അന്തിമമോ ആയ സംഹാര പ്രക്രിയയിൽ ഒരു അഹങ്കാരവും അങ്ങേ കീഴ്പ്പെടുത്തുകയില്ല. ഈ 4 കാര്യങ്ങളും മനസ്സിലാകുക. ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും അഹങ്കാരം വരത്തില്ല. എന്താണ്? എല്ലാത്തിൻ്റെ സൃഷ്ടിയുടെ തുടക്കവും മധ്യവും അന്ത്യവും ഭഗവാനാണ്. രണ്ടാമത്, എല്ലാത്തിനെയും ഈ ലോകത്തിലുള്ള എല്ലാതും എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവത് സംബന്ധമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ മാത്രമേ അതിന് മൂല്യമുള്ളൂ, അല്ലെങ്കിൽ അതിന് മൂല്യമില്ല. മൂന്നാമത് എന്താണ് പറഞ്ഞത്? എല്ലാത്തിൻ്റെ അകത്തും പുറത്തും ഞാനാണുള്ളത്. ഇത് 4-ാമത്, എന്നെ അന്വേഷിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ഭഗവാനെ അന്വേഷിക്കുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിലും ഏത് പരിസ്ഥിതിയിലാണെങ്കിലും അവർ എന്നെ കണ്ടെത്തും. ഇതാണ് ഭാഗവതം. ഇതിനെ വിസ്തരിച്ചെഴുതുകയാണ് ശ്രീമദ് ഭാഗവതം. 12 സ്കന്ധങ്ങളും 4 ശ്ലോകങ്ങളാക്കി ഭഗവാൻ കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ബീജ അവസ്ഥയിൽ ഭഗവാൻ കൊടുക്കുകയാണ്. ഈ 4 ശ്ലോകങ്ങളിൽ എല്ലാം ഉണ്ട്. എല്ലാവരും ഒന്നുകൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു, ഒരിക്കലും നിനക്ക് അഹങ്കാരം ഉണ്ടാവത്തില്ല. ബ്രഹ്മദേവൻ്റെ പേടി അതായിരുന്നു. ഭഗവാൻ ഇത്രയും അത്ഭുതകരമായിട്ടുള്ള സൃഷ്ടിയാണ്, ഇത് കണ്ടാൽ ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നതെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാര്യം ശുകദേവ ഗോസ്വാമി പരീക്ഷിതനോട് പറഞ്ഞില്ല. ചുരുക്കത്തിലാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ നടന്നു എന്ന്. പക്ഷെ പരീക്ഷിത് വീണ്ടും ചോദ്യം ചെയ്ത് നമ്മൾ കേട്ടില്ല, ഒരു കൂടാരം വലിയ കുന്നുപോലെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ രഹസ്യം പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പൊതുവെ ഭഗവത് ഭക്തർ അങ്ങനെയാണ്, എല്ലാം അങ്ങനെ തുറന്നു പറയത്തില്ല. നല്ല വിളവുള്ള മണ്ണിൽ മാത്രമേ വിത്തിടൂ എന്നുള്ളതാണ്. അന്നേരം പരീക്ഷിത മഹാരാജാവ് എന്ത് ചെയ്തു? നല്ലപോലെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ ഒരു രഹസ്യം പുറത്തു വന്നു. അങ്ങനെ വൈകുണ്ഠ വർണ്ണന വന്നു. അതത്ര ഈസി അല്ല ഭഗവാനെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കണം. എന്താണ് ഭഗവാൻ പറഞ്ഞത്? എല്ലാവരും ഓർത്തു വെച്ചിരിക്കുക. നമ്മൾ അഹങ്കാരം വരുമ്പോൾ, നമ്മളാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ 4 കാര്യങ്ങൾ ഓർത്താൽ മതി, പിന്നെ അഹങ്കാരം വരത്തില്ല. എല്ലാം തുടങ്ങുന്നതിന് മുമ്പേയും ഭഗവാനായിരുന്നു, തുടങ്ങിയതിന് ശേഷവും ഭഗവാനാണ്, അവസാനവും ഭഗവാൻ മാത്രമേ കാണൂ. ഫസ്റ്റ് പോയിന്റ് ഭഗവാന്റെ. സെക്കൻഡ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭഗവാനുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുകയാണെങ്കിൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ, മൂല്യമുള്ളൂ, അല്ലെങ്കിൽ അത് മൂല്യമില്ല. മൂന്നാമത് എന്താണ്? എല്ലാത്തിൻ്റെയും അകത്തും പുറത്തും ഭഗവാൻ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നാലാമത് എന്താണ്? ഒരാൾ യഥാർത്ഥത്തിൽ ഭഗവാനെ അന്വേഷിക്കുകയാണെങ്കിൽ അവനെ ഏത് സാഹചര്യത്തിൽ വെച്ചാലും അവൻ ഭഗവാന്റെ അടുത്തേക്ക് എത്തും എന്നതാണ്. ക്ലിയർ? ഇത് 4ആണ്. ഇതാണ് ചതുശ്ലോകി ഭാഗവതം. ഇതാണ് ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തത്. 37-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഏതന്മനം മതം സമാധിഷ്ഠ പരമേന സമാധിനാം ഭഗവാൻ കൽപ്പവികൽപേഷു ന വിമുഹ്യതി കർഹിചിത്. അല്ലേ ബ്രഹ്മാവേ, ഈ നിർണയത്തെ ദൃഢീകൃതമായ ഏകാഗ്രതയാൽ അനുവർത്തിക്കുക. അപ്രകാരമായത് ഭാഗികമോ അന്തിമമായ സംഹാര പ്രക്രിയയാൽ ഒരു അഹങ്കാരവും അങ്ങേ കീഴ്പ്പെടുത്തുകയില്ല എന്ന് ഭഗവാൻ ബ്രഹ്മദേവനോട് പറയുകയാണ്. 38-ാമത്തെ ശ്ലോകം നമ്മൾ നോക്കാം. ശ്രീ ശുകൗവാച സംപ്രദൈശ്വര്യ വജമനോ ജനാനാം പരമേഷ്ഠിനാം പശ്യതസ്തസ്യ തദ്രൂപാത്മനോ ന്യര്യുന്നദ്ധരി. ശ്രീ ശുകദേവ് ഗോസ്വാമി പരീക്ഷിത മഹാരാജാവിനോട് പറഞ്ഞു, ജീവസത്തുകളുടെ നായകനായ ബ്രഹ്മാവിനെ ഉപദേശിച്ചതുകൊണ്ട് കാണപ്പെട്ട പരമദിവ്യോത്തമ പുരുഷൻ്റെ അതീന്ദ്രിയ രൂപം അപ്രത്യക്ഷമായി. ഈ 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭഗവാൻ അപ്രത്യക്ഷമായി. 39-ാമത്തെ ശ്ലോകം. അന്തർഹിതേന്ദ്രിയാർത്ഥായ ഹരയേ വിഹിതാഞ്ജലി
സർവഭൂതമയോ വിശ്വം സസർജയിതം സപൂർവത്. ഭക്തരുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീന്ദ്രിയ ആനന്ദത്തിൻ്റെ പൊരുളാകുന്ന പരമദിവ്യോത്തമ പുരുഷൻ ഹരി പ്രത്യക്ഷമായ ഉടൻ ബ്രഹ്മാവ് കൂപ്പുകൈകളോടെ ജീവശക്തികളാൽ പരിപൂരിതമായ പ്രപഞ്ചത്തെ അത് മുമ്പുണ്ടായിരുന്ന അതേപോലെ പുനഃസൃഷ്ടിക്കുവാൻ തുടങ്ങി. പ്രജാപതിർധർമ്മപതിരേകദാധിയമാൻ ഭദ്രം പ്രജാനാമനിച്ഛന്നാതിഷ്ഠത് സ്വാർത്ഥകാമ്യ. അപ്രകാരം എല്ലാ ജീവസത്തുക്കളുടെയും പൂർവ്വപിതാമഹനും ധർമ്മജീവിതത്തിൻ്റെ പിതാവുമായ ബ്രഹ്മാവ് പണ്ടൊരിക്കൽ സർവ്വ ജീവജാലങ്ങളുടെയും സൗഖ്യത്തിന് വേണ്ടി സ്വാർത്ഥ താത്പര്യം യമനിയമകർമ്മങ്ങളുടെ സ്വയം നിവിഷ്ടമായി എല്ലാ പ്രജകളുടെയും, അതായത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇത് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ്റെ പ്രജകളാണ് നമ്മളെല്ലാവരും അല്ലേ. അവരുടെ ക്ഷേമത്തിനായിട്ട് ഈ ഒരു കാര്യം അദ്ദേഹം ചെയ്തു. തം നാരദപ്രിയതമോ റിക്തധാനാമനുവ്രഥ ശുശ്രൂഷമാണ ശീലേന ശ്രേയേണ ദമേന ച. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനുമായ നാരദൻ സുശീലത്താലും സൗമ്യമായ പെരുമാറ്റത്തിലും ഇന്ദ്രിയ സംയമത്താലും സുപിതാവായ ബ്രഹ്മദേവൻ്റെ നിർദ്ദേശങ്ങളെ കർശനമായി അനുസരിക്കാവുന്ന മാത്രമല്ല സുപിതാവിനെ സേവിക്കുവാൻ അദ്ദേഹം സദാ സന്നദ്ധനുമാണ്. മായാം വിവിദിഷൻ വിഷ്ണോർമായേഷ്യസ്യ മഹാമുനി മഹാഭാഗവതോ രാജൻ പിതരം പരിതോഷിയൻ. നാരദൻ അദ്ദേഹത്തിൻ്റെ പിതാവിനെ വളരെയധികം പ്രസന്നാക്കുകയും സർവ്വശക്തികളുടെയും അധിപനായ വിഷ്ണുവിൻ്റെ ശക്തികളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ, ഹേ രാജൻ, നാരദൻ സർവ്വ ഋഷിമാരിലും ശ്രേഷ്ഠനും എല്ലാ ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനുമാണ് എന്നാര് പറഞ്ഞു? ശുകദേവ് ഗോസ്വാമി പരീക്ഷത്തിനോട് പറയുന്നു. തുഷ്ടം നിശമ്യ പിതരം ലോകാനാം പ്രപിതാമഹം ദേവർഷി പരിപപ്രച്ഛ ഭഗവാൻ യത്മാനം പൃച്ഛത്തി. മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും പൂർവ്വപിതാമഹനായ ബ്രഹ്മാവ് പൂർണ്ണ സംതൃപ്തനാണെന്ന് കണ്ടിട്ട് ദേവർഷി നാരദൻ സ്വപിതാമഹ ബ്രഹ്മദേവനിൽ നിന്നും സർവവും സ്പഷ്ടമായി അന്വേഷിച്ചറിഞ്ഞു. എല്ലാം പറഞ്ഞു. 44. തസ്മാ ഇദം ഭാഗവതം പുരാണം ദശലക്ഷണം പ്രോക്തം ഭഗവതാം പ്രാഹ പ്രീതപുത്രായ ഭൂതകൃത്. ഉടൻ തന്നെ പരമദിവ്യോത്തമ പുരുഷനാൽ അരുളി ചെയ്യപ്പെട്ടതും ദശലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ വേദ പരിശിഷ്ടമായ ഭാഗവത പുരാണം സുപുത്രനായ നാരദന് ബ്രഹ്മദേവൻ പകർന്നു നൽകി. ദശലക്ഷണം 10 ഭാഗങ്ങളായിട്ടാണ് ഭാഗവതം. നാരദപ്രാഹ മുനയോ സരസ്വധ്യാസ്തടേ നൃഭാധ്യായതേ ബ്രഹ്മ പരമം വ്യാസ്യാമിധാ തേജസേ. അല്ലയോ രാജാവേ, സരസ്വതി നദീതീരത്ത് പരമസത്യം പരമദിവ്യോത്തം പുരുഷന്റെ ഭക്തിയുത സേവനത്തിൽ ധ്യാനമകനായിരുന്ന അനന്തശക്തിമാനായ വ്യാസദേവന് പിന്തുടർച്ച മാർഗമായി മഹാമുനി നാരദം ശ്രീമദ് ഭാഗവതം പകർന്നു നൽകി. അന്നേരം ഭഗവാനിൽ നിന്ന് ലഭിച്ച ഭാഗവതം ബ്രഹ്മദേവന്, ആ ഭാഗവതം നാരദ മഹർഷിക്ക് ലഭിച്ചു. നാരദ മഹർഷി അതെന്ത് ചെയ്തു? നമ്മുടെ വ്യാസമഹർഷിയും കൊടുത്തു. യദൂതാഹം ത്വയാ പൃഷ്ടോ വൈരാജാത് പുരുഷാദിദം യഥാസി തത് ഉപാഖ്യാസ്തി പ്രശ്നാന്യാംശ്ച കൃഷ്ണശ. അല്ലയോ രാജാവേ, പരമദിവ്യോത്തമ പുരുഷന്റെ അതിബൃഹത്തായ വിരാട് രൂപത്തിൽ നിന്നും വിശ്വം എങ്ങനെയാണ് പ്രത്യക്ഷമായി തീർന്നതെന്ന് താങ്കളുടെ അന്വേഷണങ്ങൾക്കും മറ്റ് ചോദ്യങ്ങൾക്കും നേരത്തെ സൂചിപ്പിച്ച ചതുശ്ലോകങ്ങളുടെ വിശദീകരണത്തിലൂടെ ഞാൻ സവിസ്തരം ഉത്തരം നൽകാം. ഈ 4 ശ്ലോകങ്ങളാണ് ഇനി വിസ്തരിക്കാൻ പോകുന്നത്. ഹരി ബോൾ. എല്ലാം റെഡിയല്ലേ? ഇനി ഈ 2ാമത്തെ സ്കന്ധത്തിലെ അവസാനത്തെ അധ്യായമാണ് 10ാമത്തെ അധ്യായം. ശ്രീമദ് ഭാഗവതം സർവ്വവികല്പങ്ങൾക്കും ഉത്തരം. പരീക്ഷത്ത് വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചില്ല, ഇതിൻ്റെ ഉത്തരം എന്താണ്, അതിൻ്റെ ഉത്തരം എന്താണ്, അതിൻ്റെ ഉത്തരം ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളെ ഇങ്ങനെ ചോദിച്ചു. ശുകദേവ ഗോസ്വാമി എല്ലാം ഇനി സ്റ്റൈലായിട്ട് ഓരോ ചോദ്യം, ഈ ചോദ്യമല്ലേ അതിൻ്റെ ഉത്തരം ഇതാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഈ അവസാന അധ്യായത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഭാഗവതത്തിലുണ്ട് എന്ന് പറയുകയാണ്. ഇനി റെഡി എല്ലാവരും ഉത്തരം കേൾക്കാനായിട്ട്? ചോദ്യമേ ഓർമ്മയില്ല, പിന്നെയാണ് ഉത്തരം. അതൊന്നും കുഴപ്പമില്ല, കേൾക്കുക. ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല, അതെല്ലാം നേരെ ഹൃദയത്തിലോട്ടാണ് പോകുന്നത്. 4 കാര്യങ്ങൾ എന്തായാലും ഓർമ്മയുണ്ടല്ലോ. എല്ലാ സൃഷ്ടിസ്ഥിതിയുടെ തുടക്കത്തിലും മധ്യത്തിലും അന്ത്യത്തിലും ഭഗവാൻ തന്നെയാണല്ലോ. ഈ ലോകത്തിലുള്ള എല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് കാണുകയാണെങ്കിൽ അതിന് വിലയുണ്ട്, അതിന് വിലയില്ല, അല്ലെങ്കിൽ വിലയില്ല. എല്ലാത്തിൻ്റെ അകത്തും പുറത്തും ഭഗവാനാണല്ലോ. ഇത് 4ാമത്,
ഈ 3 കാര്യം മനസ്സിലാക്കിയ ഒരു വ്യക്തി എങ്ങനെ ഇരിക്കും? അവൻ ഭഗവാനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവനെ ഏത് ഉഗാണ്ടയിൽ കൊണ്ട് വെച്ചാലും അവൻ ഭഗവാനെ കണ്ടെത്തും. ഏത് സാഹചര്യത്തിലാണെങ്കിലും, എത്ര അതീവ പ്രശ്നത്തിലാണോ വിഷമത്തിലാണെങ്കിലും അവൻ ഭഗവാനെ കണ്ടുപിടിക്കുന്നുള്ള. ഇതാണ് ചതുശ്ലോകി ഭാഗവതം. ബ്രഹ്മദേവൻ പറഞ്ഞു, ഭഗവാനെ ഇത്രയും വലിയ സംഭവമൊക്കെ എനിക്ക് നോക്കാനായിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ അഹങ്കാരമൊക്കെ വന്നു പോകും. അന്നേരം ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഈ 4 കാര്യങ്ങൾ ഓർത്താൽ മതി. അന്നേരം ഒരിക്കലും അഹങ്കാരം വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു 4 കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മളും വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ ഓർത്താൽ മതി. ഈ 4 കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അഹങ്കാരം വരത്തില്ല. അന്നേരം ഇനിയുള്ള ഉത്തരങ്ങൾ ശുകദേവ് ഗോസ്വാമി ഈ 4 ശ്ലോകങ്ങൾക്ക് വിശദീകരിച്ച് പറയുകയാണ്. എല്ലാം റെഡി? ശ്രീശുക ഉവാച അത്ര സർഗോ വിസർഗശ്ച സ്ഥാനപോഷണ മോദയ മന്വന്തരേശാനുഗത നിരതോ മുക്തിരാശ്രയ. ശ്രീ ശുകദേവ് ഗോസ്വാമി പറഞ്ഞു, പ്രപഞ്ച സൃഷ്ടി, ഉപസൃഷ്ടി, ഗ്രഹസമൂഹങ്ങൾ, ഭഗവത്ധാമത്തിലെ അഭയം, സൃഷ്ടിപരമായ പ്രചോദനം, മനുക്കളുടെ പരിവർത്തനം, ഭഗവത് ശാസ്ത്രം, ഭഗവത് സന്നിധിയിലേക്കുള്ള മടക്കം, മുക്തി, പരമോന്നതൻ ഭഗവാൻ എന്നിവയെക്കുറിച്ചുള്ള പരാമർശത്തിനെക്കുറിച്ച് 10 വിഭജനങ്ങൾ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനിമഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മന ശ്രുതേനാർത്ഥേന ചാജ്ഞസ. പരമോന്നതൻ്റെ അഭൗതികതയെ വേർപ്പെടുത്തി നിർത്തുന്നതിലേക്കായി മറ്റുള്ളവയുടെ ലക്ഷണങ്ങൾ ചിലപ്പോൾ വേദപ്രമാണങ്ങളിലൂടെ, ചിലപ്പോൾ നേരിട്ടുള്ള വർണ്ണങ്ങളിലൂടെ, ചിലപ്പോൾ മഹാമുനിമാരാൽ നൽകപ്പെട്ട സംക്ഷിപ്തമായ വ്യാഖ്യാനങ്ങളിലൂടെ വിവരിക്കപ്പെടുന്നു. എങ്ങനെയാണ്? ഭൂതമാദേന്ദ്രിയധിയം ജന്മസർഗ ഉദാഹൃത ബ്രഹ്മണോ ഗുണവൈഷമ്യാധ്യസർഗ പൗരുഷസ്മൃത. ദ്രവ്യത്തിൻ്റെ 16 വകകളുടെ, അതായത് പഞ്ചഭൂതങ്ങൾ, പിന്നെ എല്ലാം ഈ ശബ്ദം, രുചി, രൂപം, ഗന്ധം, സ്പർശം, പിന്നെ നേത്രങ്ങൾ, കർണങ്ങൾ, നാസിക, ജിഹ്വ, ത്വക്ക്, മനസ്സ് എന്നിവയുടെ പ്രാരംഭ സൃഷ്ടി സർഗം എന്നറിയപ്പെടുന്നു. അതേസമയം ഭൗതിക പ്രകൃതി ഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനങ്ങളെ, പരിണിത ഫലത്തെ അഥവാ സംയുക്ത പ്രവർത്തന ഫലത്തെ വിസർഗമെന്നും, ആദ്യത്തെ മൂലങ്ങളെ സർഗം, പിന്നെ അതിൻ്റെ രണ്ടാമത്തെ സൃഷ്ടിയെ വിസർഗം എന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഭാഗവതം മുന്നോട്ട് പോകുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഓർത്തു വെച്ചിരിക്കാം. സ്ഥിതി വൈകുണ്ഠ വിജയേ പോഷണം തദനുഗ്രഹ മന്വന്തരാണി സധർമ്മ ഊദയ കർമ്മ വാസന. ജീവസത്തകൾക്ക് ഉചിതമായ ഭാവം ഭഗവത് അനുശാസനങ്ങൾക്ക് അനുസരിക്കുകയും അപ്രകാരം പരമദിവ്യോത്തമ പുരുഷന്റെ സംരക്ഷണത്തിന് കീഴിൽ പരിപൂർണമായ മനഃശാന്തിയിൽ വർത്തിക്കുകയുമാകുന്നു. മനുക്കളും മനുസ്മൃതികളും ജീവിതത്തിന്റെ ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാകുന്നു. കർമ്മഹേതുവായ പ്രചോദനം കാമ്യകർമ്മത്തിന് വേണ്ടിയുള്ള അഭിലാഷമാകുന്നു. അവതാരാനുചരിതം ഹരേശ്ചാസ്യാനുവർത്തിനാം പുംസാമീശകഥ പ്രോക്ത നാനാഖ്യാനോപബൃഹിതാം. ഭഗവത് ശാസ്ത്രം അഥവാ ഭഗവാനെ സംബന്ധിക്കുന്ന വിജ്ഞാനം പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരങ്ങളെയും ഭഗവാന്റെയും മഹാഭക്തരുടെയും കർമ്മങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നു. നിരോധോസ്യാനുശയനാത്മാത്മന സഹശക്തിഭി മുക്തിർഹിത്വാന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. ജീവസത്ത അവൻ്റെ ബദ്ധമായ ജീവിത പ്രവണതയോടുകൂടി മഹാവിഷ്ണുവിൻ്റെ യോഗനിദ്രാശനയത്തിൽ വിലയിക്കുന്നതിനെ ആവിഷ്കരണത്തെ, അവസാന പ്രപഞ്ച ആവിഷ്കരണത്തെ സമാപിക്കൽ എന്ന് വിളിക്കുന്നു. അസ്ഥിരമായ സ്ഥൂലവും സൂക്ഷ്മവുമായ ഭൗതിക ശരീരങ്ങളെ ത്യജിച്ചതിന് ശേഷമുള്ള ജീവസത്തയുടെ സ്ഥായി സ്വരൂപാവസ്ഥയാണ് മോക്ഷം. ആത്മാവ് തിരിച്ച് ആത്മലോകത്തിലേക്ക് പോകുന്നതിന്. ആഭാസശ്ച നിരോധശ്ച യതോ അസ്ത്യധ്യവീസീയതേ സ ആശ്രയ പരം ബ്രഹ്മ പരമാത്മീതി ശബ്ദതേ. പരമ അസ്തിത്വം അഥവാ പരമാത്മാവ് എന്ന് പ്രശംസിക്കപ്പെടുന്ന പരമോന്നതൻ പ്രപഞ്ചാവിഷ്കരണത്തിൻ്റെ പരമസ്രോതസ്സും അതിൻ്റെ സംഭരണിയും സമാപിക്കലുമാകുന്നു. ആകയാൽ അദ്ദേഹം പരമ ഉദ്ഭവ കേന്ദ്രമാകുന്നു, പരിപൂർണ സത്യമാകുന്നു, നിരപേക്ഷ സത്യമാകുന്നു. യോ അധ്യാത്മികോ യം പുരുഷോ സോ അസാവേ ഭാതി ദൈവിക യശ്ചത്രോ ഭയവിച്ഛേദ പുരുഷോ യാതി ഭൗതിക. വിഭിന്ന ഇന്ദ്രിയ സഹായങ്ങളെ വശത്താക്കിയിരിക്കുന്ന വ്യതിരിക്ത വ്യക്തിയെ ആധ്യാത്മിക പുരുഷനെന്നും ഇന്ദ്രിയങ്ങളുടെ വ്യതിരിക്തിനിയെ ദൈവത്തെ അതിദൈവികമെന്നും നേത്രഗോളങ്ങൾ ദൃശ്യമാക്കുന്ന മൂർത്തിമത് ഭാവത്തെ അതിഭൗമിക പുരുഷൻ എന്നും പ്രശംസിക്കുന്നു. ഇവിടെ ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം, ഇതൊക്കെ എന്താണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവന്മാർ, പിന്നെ വ്യക്തികൾ, ജീവാത്മാവ്, അതിനെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും.
ഏകമേതരാഭാവേ തഥാ നോ ഫലഭാവമേ ത്രിതയം തത്രയോ വേദ സാത്മാ സ്വാശ്രയാശ്രയ. വിവിധ ജീവസത്തുക്കളുടെ മുകളിൽ സൂചിപ്പിക്കുന്ന 3 അവസ്ഥകളും പരസ്പരാശ്രയങ്ങളാണ്. ഒന്നിൻ്റെ അഭാവത്തിൽ മറ്റൊന്നിനെ മനസ്സിലാക്കുവാൻ കഴിയില്ല. എന്നാൽ അവർ ഓരോരുത്തരെയും ആശ്രയത്തിൻ്റെ അഭയസ്ഥാനമായി ദർശിക്കുന്ന പരമഅസ്തിത്വം എല്ലാറ്റിൽ നിന്നും സ്വതന്ത്രനാണ്. ആകയാൽ അദ്ദേഹം പരമമായ അഭയസ്ഥാനമാണ്. ഈ 3 ദേവന്മാരും ഇന്ദ്രിയങ്ങളും ആത്മാക്കളും ജീവാത്മാക്കളും ഇവർ 3 ആശ്രയിക്കുന്ന ഭഗവാനെയാണ്. പക്ഷെ ഭഗവാൻ ഇതുമായിട്ടൊരു ബന്ധവുമില്ല. കൊള്ളാല്ലേ? 10 പുരുഷോഖണ്ഡം വിനിർഭിദ്യ യഥാസോ സ വിനിർഗത ആത്മനോ യനമനഛിന്നാഭോ ശ്രാക്ഷി ശുചി. വിഭിന്ന പ്രപഞ്ചങ്ങളെ പ്രത്യേകമായി നിവിഷ്ടമാക്കിയ ശേഷം പ്രഥമ പുരുഷാവതാരം ആവിർഭവിച്ച സ്ഥലമായ കാരണസാഗരത്തിൽ നിന്നും നിർഗമിച്ചു. ഭഗവാന്റെ അതിബൃഹത്തായ വിരാട് രൂപം സൃഷ്ടിക്കപ്പെട്ട അതീന്ദ്രിയ ജലത്തിൽ ശയിക്കുവാൻ ഇച്ഛയുകയാൽ പ്രത്യേകമാകപ്പെട്ട പ്രപഞ്ചങ്ങളിൽ ഓരോന്നിലും പ്രവേശിച്ചു. ഭഗവാൻ എങ്ങനെ സൃഷ്ടിയിൽ പ്രവേശിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ ചാർട്ടിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ആ ചാർട്ടില്ലേ, ഗോലോക ചാർട്ട്, ഭഗവാന്റെ പുറകിൽ നിൽക്കുന്ന ആ ചാർട്ട്, അതൊക്കെ ആ സൃഷ്ടിയുടെ ആ ഭാഗം വരുമ്പോൾ നമ്മൾ പഠിക്കും. തസ്വാവാസീ സുസൃഷ്ടാസു സഹസ്രം പരിവത്സരാൻ തേന നാരായണോ നാമയദാവ പുരുഷോദ്ഭവ. ആ പരമോന്നത പുരുഷൻ വ്യക്തിശൂന്യനല്ല, രൂപമുണ്ട്, അഥവാ നിർവ്യക്തികനല്ല. ആകയാൽ സ്പഷ്ടമായും ഒരു നരൻ അഥവാ വ്യക്തിയാണ്. ആയതിനാൽ പരമോന്നതനായ നരനിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന അതീന്ദ്രിയ ജലം നാര എന്ന ആ ജലത്തിൽ ശയിക്കുന്നവനായ ഭഗവാൻ നാരായണൻ എന്നറിയപ്പെടുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നാരായണൻ. താസ്വാവാസീ സ്വസൃഷ്ടാസു സഹസ്രം പരിവത്സരാൻ തേന നാരായണോ നാമയദാവ പുരുഷോദ്ഭവ. എങ്ങനെ ഭഗവാന്റെ നാരായണൻ? പരമോന്നത പുരുഷൻ വ്യക്തിശൂന്യനല്ല, വ്യക്തിയാണ്. ആകയാൽ സ്പഷ്ടമായ ഒരു നരൻ, ഒരു വ്യക്തിയാണ് അദ്ദേഹം, അഥവാ വ്യക്തിയാണ്. ആയതിനാൽ പരമോന്നതനായ നരനിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന അതീന്ദ്രിയ ജലം നാര, ആ ജലത്തിൽ ശയിക്കുന്നതാകയാൽ ഭഗവാൻ നാരായണൻ എന്നറിയപ്പെടുന്നു. നാരായണ 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 അല്ലേ? ആ നാരനിൽ നിന്നും നരനിൽ നിന്നും വരുന്ന ആ ജലത്തെ നാര എന്ന് പറയുന്നു. ആ നാര എന്ന് പറയുന്ന ജലത്തിൽ ശയിക്കുന്നവൻ നാരായണൻ എന്നും പറയുന്നു. ദ്രവ്യം കർമ്മച്ച കാലച്ച. പക്ഷെ ആദ്യ നാരായണൻ ആരാണ്? ഗുരുവായൂരപ്പനാണ്. ദ്രവ്യം കർമ്മശ്ച കാലശ്ച സ്വഭാവോ ജീവ ഏവച യദനുഗ്രഹാത് സന്ധി ന സന്ധി യദുപേക്ഷയ. എല്ലാ ഭൗതിക ഘടക പദാർത്ഥങ്ങളും കർമ്മങ്ങളും കാലവും ഭൗതിക ഗുണങ്ങളും അവയെല്ലാം ആസ്വദിക്കുവാനായി ഉദ്ദേശിച്ചുള്ള ജീവസത്തുകളും എല്ലാം ഭഗവത് കൃപയാലാണ് സ്ഥിതി ചെയ്യുന്നതും. അദ്ദേഹം അവയെ ശ്രദ്ധാപൂർവം പരീക്ഷിക്കാത്ത പക്ഷം ഉടൻ തന്നെ സർവ്വം ശൂന്യമായി തീരുമെന്ന് ഒരുവൻ നിശ്ചയമായി മനസ്സിലാക്കണം. ഭഗവാൻ ഒരു കണ്ണുപോലും അടയ്ക്കാതെ ഒരു നിമിഷം പോലും കണ്ണടച്ചു കഴിഞ്ഞാൽ തീർന്നു. ഈ ലോകം ഠപ് ഠപ് എന്ന് പറഞ്ഞാൽ എല്ലാം തീരുന്നുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏകോ നാനാത്മനിച്ഛൻ യോഗാതൽപാത് സമുദ്ധിത വീരം ഹിരൺമയം ദേവോ മായാ വിസൃജത്രിധ. ഭഗവാൻ യോഗതൽപ്പത്തിൽ ശയിക്കുന്ന വേളയിൽ വൈവിധ്യങ്ങളായ ജീവസത്തുക്കളെ ആവിഷ്കരിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഇച്ഛയിൽ നിന്നും ബഹിരംഗശക്തി മുഖേന സ്വർണ്ണവർണ്ണമാർന്ന ശുക്ല സംബന്ധിയായ സഞ്ജയെ സ്വയം ഉൽപ്പത്തിക്കുകയായി. ഭഗവാനിൽ നിന്നാണ് ഒരു ബ്രഹ്മാണ്ടങ്ങൾ ഒക്കെ വരുന്നത്. ആദിദൈവമദാധ്യാത്മമധീഭൂതിമിതി പ്രഭുവദേഹം പൗരുഷം വീര്യം ത്രിധാഭിത്രിധിവാധ്യത തച്ഛൃണു. മുകളിൽ സൂചിപ്പിച്ച പ്രകാരം അദ്ദേഹത്തിൻ്റെ അധികാരശക്തി നിയന്ത്രിക്കുന്ന സത്തകൾ, ആദിദൈവം നിയന്ത്രിച്ച സത്തകൾ, ആധ്യാത്മികം, ഭൗതിക ശരീരങ്ങൾ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന 3 ഏക വിഭജിക്കുന്നു എന്നിൽ നിന്നും ശ്രമിച്ചാലും ഇതൊക്കെ ഭഗവാൻ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുകയാണ്. ഉത്തരം എങ്ങനെ കിടിലല്ലേ? ചോദ്യങ്ങൾ ടപ് ടപ് ടപ്പ് എന്ന് പറഞ്ഞിട്ട് വരികയായിരുന്നു. ശുകദേവ് ഗോസ്വാമി വളരെ കൂളായിട്ട് ഓരോന്നും വിശദീകരിച്ച് പറയുകയാണ്. അന്തഃശരീരാകാശാത് പുരുഷസ്യ വിചേഷ്ടത ഓജസ്സഹോ ബലം ജജ്ഞേ തഥാ പ്രാണോ മഹാസ്നസു. ചോദ്യങ്ങളെല്ലാം കേട്ടപ്പോൾ ശുകദേവ് ഗോസ്വാമി ഒന്ന് ചിരിച്ചിട്ട് ഉത്തരങ്ങൾ പറഞ്ഞാണ്. ആവിഷ്കരിക്കപ്പെടുന്ന മഹാവിഷ്ണുവിൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് അന്തരാനിവിഷ്ടമായ ആകാശത്ത് നിന്നും ഇന്ദ്രിയശക്തി, മനഃശക്തി, ശാരീരിക ശക്തി എന്നിവയെ മുഴുവൻ ജീവശക്തിയുടെയും സാകല്യ പ്രഭ കേന്ദ്രം എല്ലാം ഉൽപ്പത്തിയായി എല്ലാം ഭഗവാനിൽ നിന്ന് വരുന്നതാണ്. അനുപ്രാണന്തിയ പ്രാണ പ്രാണാന്തം സർവജന്തുഷു അപാനന്ദപാവനന്തി നരദേവമിവാനുഘ. ഒരു രാജാവിൻ്റെ അനുയായികൾ അവരുടെ പ്രഭുവിനെ അകമ്പടി സേവിക്കുന്നത് പോലെ മുഴുവൻ ശക്തിയും ചലിക്കുമ്പോൾ മറ്റെല്ലാ ജീവസത്തുക്കളും ചലിക്കുന്നു. മുഴുവൻ ശക്തിയും പ്രയത്നിക്കുന്നത് നിർത്തുമ്പോൾ അഥവാ
നിശ്ചലമാകുമ്പോൾ മറ്റെല്ലാ ജീവസത്തുക്കളും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കുന്നു, അഥവാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ നിന്നും വിരമിക്കുന്നു. പ്രപഞ്ചശക്തി ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശക്തികൾ ചലിക്കുന്നു, അതിനോടൊപ്പം നമ്മളും ചലിക്കുന്നു. ശക്തികൾ നിൽക്കുമ്പോൾ നമ്മളും നിൽക്കുന്നു. പ്രാണേനാക്ഷിപത്തോ ധൃന്തരാജായതേ വിഭോ വിഭാസതോ ജക്ഷതശ്ച പ്രാങ്മുഖം നിരഭ്യധ്യത. വിരാട് പുരുഷനാൽ വിഹലമാക്കപ്പെടുകയാൽ ജീവശക്തി വിശപ്പും ദാഹവും ഉൽപ്പത്തിയാകുകയും ഭഗവാൻ ഭക്ഷണിക്കുവാനും പാനം ചെയ്യുവാനും ആഗ്രഹിച്ചപ്പോൾ വായ് ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ വന്നത് എന്നതിനെക്കുറിച്ച് പറയുകയാണ്. മുഖത്തസ്ഥാലു നിർഭിന്നം ജിഹ്വാ തത്രോപജായത്തെ തതോ നാരസോ ജജ്ഞേ ജിഹ്വായോ അധിഗമ്യതേ. വക്ത്രത്തിൽ നിന്നും താലു ആവിഷ്കരിക്കപ്പെടുകയും അതിന്മേൽ ജിഹ്വ ഉൽപ്പത്തിയാവുകയും ചെയ്യുന്നു. അനന്തരം ജിഹ്വയ്ക്ക് വിവിധ രുചികൾ ആസ്വദിക്കുവാൻ കഴിയുമാറ് വ്യത്യസ്തങ്ങളായ രുചികൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. എങ്ങനെ ഇന്ദ്രിയങ്ങൾ വരുന്നു എന്നതിനെക്കുറിച്ചാണ്. വിവക്ഷോർമുഖതോ ഭൂമ്ന വഹ്നിർഭാഗ്വ്യാഹൃതം തയോ ജലേ ചൈതസ്യ സുചിരം നിരോധ സമജായതേ. പരമോന്നതൻ സംസാരിക്കുവാൻ ഇച്ഛിച്ചപ്പോൾ വാക്കുകൾ വക്ത്രത്തിൽ നിന്നും പ്രചലിപ്പിക്കപ്പെട്ടു. അനന്തരം വദനത്തിൽ നിന്നും അഗ്നിയുടെ നീന്ദ്രക ദേവനും ഉൽപ്പത്തിയായി. എന്നാൽ ഭഗവാൻ ജലത്തിൽ ശയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ എല്ലാ പ്രവൃത്തികളും നിശ്ചലമാക്കപ്പെട്ടു. നാസികേ നിരഭിദ്യേതാം ദോധ്യൂയതി നവസ്വതി തത്ര വായുർഗന്ധാവഹോ ഘ്രാണ നാസി ജിഘ്രാക്ഷത. അനന്തരം പരമപുരുഷൻ ഗന്ധങ്ങളെ അഘ്രാണിക്കുവാൻ ഇച്ഛിച്ചപ്പോൾ നാസാരന്തരങ്ങളും ശ്വസനം ഉൽപ്പത്തിക്കപ്പെട്ടു. മാത്രവുമല്ല ഘ്രാണേന്ദ്രിയവും ഗന്ധങ്ങളും വർത്തനത്തിലാവുകയും ഗന്ധവാഹകനായ വായുവിൻ്റെ നീന്ദ്രക ദേവൻ വായുദേവനും ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അന്നേരം ഈ ഇന്ദ്രിയങ്ങളെല്ലാം ആധ്യാത്മിക ലോകത്തിലുണ്ട്, ആധ്യാത്മിക ശരീരത്തിൽ. പക്ഷെ ഇവിടെ ജീവാത്മാക്കൾ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശരീരം ഈ ലോകത്തെ ആസ്വദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അന്നേരം ഈ ലോകത്തിൽ ഇവർക്കായിട്ട് ഇന്ദ്രിയങ്ങൾ കൊടുക്കണ്ടേ? അന്നേരം ഭഗവാൻ കാണാൻ ആഗ്രഹിക്കുമ്പോൾ കണ്ണ് വരുന്നു. കണ്ണിൻ്റേതായിട്ടുള്ള ദേവൻ സൂര്യദേവനും വരുന്നു. ഭഗവാന്റെ തന്നെ സൃഷ്ടി, ഭഗവാന്റെ തന്നെ ശക്തി. ഭഗവാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മനസ്സ് വരുന്നു. ഇത് ഭഗവാന്റെ മനസ്സല്ല, നമുക്കായിട്ടുള്ള മനസ്സ് ഭഗവാൻ സൃഷ്ടിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വാ വരുന്നു, കാരണം അവിടെ കഴിക്കുന്നു. അന്നേരം നമുക്ക് ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണ്ടേ? അതാണ് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവം ഭഗവാനെ കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത്. രുചിക്കാൻ ആസ്വദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നാവ് വരുന്നു, അതിൻ്റേതായിട്ടുള്ള വരുണദേവനും വരുന്നു. സ്വാദിൻ്റേതായിട്ടുള്ള ദേവൻ, എല്ലാ സ്വാദും ഇന്ദ്രിയ വിഷയങ്ങളും, അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും അതിൻ്റെ ദേവന്മാരും എല്ലാം ഭഗവാൻ സൃഷ്ടിക്കുകയാണ്. ഇതിനു വേണ്ടി നമ്മൾക്ക് കളിക്കാനായിട്ട്, കുട്ടികൾക്ക് കളിക്കാനായിട്ട് കളിപ്പാട്ടം ഉണ്ടാക്കുന്നില്ല, അതേപോലെ ഭഗവാൻ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ചോദിക്കുമായിരുന്നു ആര്? പരീക്ഷിത് മഹാരാജാവ്. എന്താണ് നടന്നത്? സൃഷ്ടി എങ്ങനെയാണ് നടന്നതെന്ന്. ഒന്നുമില്ല, ഇതൊക്കെയാണ് നടന്നത് എന്ന്. എല്ലാം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവനും, പിന്നെ ആ ഇന്ദ്രിയങ്ങൾ ആസ്വദിക്കാൻ ആ ജീവാത്മാവും പരിശ്രമിക്കുകയാണ്. എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. യഥാത്മനി നര നിരാലോകമാത്മാനം ചാദിക്ഷത നിർഭിന്നർഷണീ തസ്യ ജ്യോതിശ്ചതുർഷുർഗുണഗ്രഹ. അപ്രകാരം സർവവും അന്ധകാരത്തിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഭഗവാൻ സ്വയം സൃഷ്ടിക്കപ്പെട്ട സർവ്വചരാചരങ്ങളെ ദർശിക്കുവാൻ ഇച്ഛിച്ചു. വിരാട് രൂപ ഉൽപ്പത്തിയാണ് ഇവിടെ പറയുന്നത്. പിന്നീട് നയനങ്ങൾ, പ്രോജ്വലിക്കുന്ന സൂര്യദേവൻ, കാഴ്ചശക്തി, ദൃഷ്ട വിഷയങ്ങൾ എന്നിവയെല്ലാം ആവിഷ്കരിക്കപ്പെട്ടു. കൊള്ളാല്ലേ? ഭഗവാൻ നമുക്ക് വേണ്ടി ഈ പ്രപഞ്ച സൃഷ്ടിയിലുള്ള കളിപ്പാട്ടുകളെ നിർമ്മിക്കുകയാണ്. ബൗദ്ധ്യമാനസ്യ ഋഷിവിരാത്മനസ്തജ്ജില ജിഘൃഷത കർണൗ ച വിധേധ്യതാം ദിശ ശ്രോത്രം ഗുണഗ്രഹ. കാരണം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, സൃഷ്ടിയുടെ തുടക്കം എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കൽപ്പം തുടങ്ങുന്ന സമയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പേ സൃഷ്ടിയുണ്ട്. വിസർഗത്തെക്കുറിച്ചാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. സർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിയുടെ മൂലകങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? അന്നേരം അതിനെക്കുറിച്ച് പരീക്ഷിത് മഹാരാജാവിന് അറിയാൻ താല്പര്യപ്പെട്ടു. ഇപ്പം ചോദ്യം മനസ്സിലായല്ലോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അന്നേരം ബ്രഹ്മദേവൻ പറഞ്ഞു, നാരദ മഹർഷി നോക്കുമ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു, എല്ലാം ഇരുട്ടായിരുന്നു. പിന്നെ തപ എന്ന് കേട്ടു, തപസ്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്തു തുടങ്ങി. അതല്ല,
ഇതിനു മുമ്പേ, ഇത് ഒരു ദിവസത്തെ കാര്യമാണ്, ഇതിനു മുമ്പേ എല്ലാത്തിനെയും തുടക്കം എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചത് എന്നാണ് ചോദിച്ചത്. അന്നേരത്തേക്കാണ് ഫ്ലാഷ് ബാക്ക്. ഓക്കെ, ഇതിനും അപ്പുറത്തൊരു സംഭവം ഉണ്ടല്ലേ. അവിടെയാണ് സൃഷ്ടി തുടക്കത്തിൽ കാരണോദകശായ വിഷ്ണുവായിട്ട് ഭഗവാൻ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഇത് സീക്രട്ട് ഫുള്ള് വന്നിട്ടില്ല. ബ്രഹ്മസമിതിയിലാണ് പറയുന്നത് ഇതിനും അപ്പുറത്തായിട്ടുള്ള വൈകുണ്ഠ ഗ്രഹങ്ങളും ഭൂലോക വൃന്ദാവനം ഉണ്ടെന്ന്. മൊത്തം ആരും തുറന്നു പറയത്തില്ലെന്നുള്ള, എല്ലാം പിശുക്കിയേ പറയുന്നുള്ളൂ. കാരണം പരമമായിട്ടുള്ള രഹസ്യമാണ് ഗോലോക വൃന്ദാവനം. അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും പിശുക്കിയേ പറയും. ബ്രഹ്മദേവൻ പറഞ്ഞപ്പോഴും എന്താ പറഞ്ഞത്? ബ്രഹ്മദേവൻ്റെ അകത്തുള്ള സൃഷ്ടിയെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ കുറച്ചും കൂടെ വിശദമായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനപ്പുറത്തുള്ളൊരു സംഭവത്തെക്കുറിച്ചുമാണ്. ഇനി കുറച്ചും കൂടെ ഒന്ന് ചോദിച്ച് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇനിയും അപ്പുറത്തുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ അവസാനം അവിടെ എത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്തായിരിക്കും എത്തുന്നത്. സർവകാരണകാരകൻ ബോധ്യമാനസ്യ ഋഷിരാത്മസ്തജ്ജിജ്വല ജിംഘൃഷത കർണോ ച നിർഭിദീധാം നിശ ശ്രോതും ഗുണഗ്രഹ. മഹാമുനിമാർക്ക് അറിയാനുള്ള അഭിലാഷത്താൽ ഉദ്ഭേദം ഹേതുവായി കർണങ്ങൾ, ശ്രവണശക്തിയുടെ നിയന്ത്രകദേവൻ, ശ്രവണ വിഷയങ്ങൾ എന്നിവയെല്ലാം പ്രത്യക്ഷമായി തീർന്നു. ശ്രേഷ്ഠരായ ഋഷികൾ ആത്മാവിനെക്കുറിച്ച് ശ്രവിക്കുവാൻ അഭിലഷിച്ചു. നോക്കണേ, ചെവി വരെ ഭഗവാനാണ് സൃഷ്ടിക്കുന്നത്. ഈ ചെവിയെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ. ആ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളും ഈ ഒരു ചെവി പോലെ തോന്നിപ്പിക്കുന്ന ഈ ഉപകരണം കൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് ചെവി കേൾക്കുന്നത്. ഇത് മാത്രമല്ല, ഇതൊരു മെഷീൻ മാത്രമാണ് ഈ ചെവിക്കുള്ളത്. ഈ ഒരു ചെവി എന്ന് പറയുന്ന സാധനം മെഷീനാണ്. പക്ഷേ നമ്മുടെ മനസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്ദ്രിയമുണ്ട്, സൂക്ഷ്മ. അതാണ് യഥാർത്ഥ ചെവി. എന്നിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അല്ല, ഇതും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ ലൈറ്റിനകത്തുള്ള ബൾബാണ് യഥാർത്ഥത്തിൽ ആ പ്രകാശത്തെ കൊടുക്കുന്നത്, അല്ലേ? പുറത്തുള്ളതെല്ലാം കവറിങ് ആണ്, അല്ലേ? ഇപ്പോൾ ട്യൂബ് ലൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫിലാമെൻറ്റ് ബൾബ് ആണെങ്കിലും ആ ഗ്ലാസ് കവറിങ് അതെല്ലാം അതിന് കുറച്ചും കൂടെ വ്യാപ്തി കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ നിന്ന് പ്രകാശം വരുന്ന അകത്തൊരു സാധനമാണ്. അതേപോലെ ഈ ചെവിക്കകത്ത് നമ്മുടെ ഈ മെക്കാനിക്കൽ ഇതിന് അപ്പുറത്തായിട്ട്, കാരണം നമ്മൾ മരിക്കുന്ന സമയത്തും ഇത് തീരുകയാണ്. അന്നേരം ഒരാൾ ഈ ശരീരമായിട്ട് ബന്ധമില്ലെങ്കിൽ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റത്തില്ലേ? കേൾക്കാം. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റത്തില്ലേ? സംസാരിക്കാം. പക്ഷെ ഈ ലോകവുമായിട്ട് കണക്റ്റഡ് ആകത്തില്ല. ഈ ലോകമായിട്ട് കണക്റ്റഡ് ആകണമെങ്കിൽ ഈ ലോകത്തിൻ്റെ ശരീരം വേണം. പക്ഷേ ആ ഒരു ആത്മാവിന് ചിന്തിക്കാനും സംസാരിക്കാനും പറ്റത്തില്ല എന്നല്ല, എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടെന്നുള്ളതാണ്. ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളുണ്ട്. പക്ഷേ ആത്മീയ അനുഭൂതി, ആത്മീയ ആക്സസ് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഭൗതിക ആക്സസ് കൊടുത്തിരിക്കുകയാണ്. മനസ്സിൻ്റെ ചുറ്റുമായിട്ടുള്ള സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ, ആ സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ വഴിയാണ് ഈ ലോകത്തിൻ്റെ ഈ മെക്കാനിക്കൽ അറേഞ്ച്മെൻറ്റുമായിട്ട് കണക്റ്റഡ് ആകുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടും ഇതിനെക്കുറിച്ച്. ഇത്രയും സംഭവം വലിയ കാര്യമല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലേ? സൃഷ്ടിയെക്കുറിച്ച് അതീവ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. വസ്തുനാ മൃദുകാഠിന്യ ലഘു ഗുർവൗഷ്ണശരീരതാം ജിഹ്യ ജിക്രശസ്ത്വം നിർഭിന്നതസ്യാം രോമമഹീർവ തത്ര ചാന്തർബഹിർവാതസ്ത്വചാ ലബ്ധഗുണോ വൃഥ. ഭൗതിക പദാർത്ഥങ്ങളുടെ ഭൗതിക സ്വഭാവ സവിശേഷതകളെ അനുഭവിച്ചറിയാനുള്ള ഇച്ഛയുണ്ടായപ്പോൾ മാർദ്ദവം, കാഠിന്യം, താപം, ശീതത, ലഘുത്വം, ഭാരം, സംവേദന, പശ്ചാത്തലം, ത്വക്കിലെ രോമകൂപങ്ങൾ, ശരീരരോമങ്ങൾ, അവയുടെ നിയന്ത്രക ദേവന്മാർ ഇത്യാദികളെല്ലാം ഉൽപ്പാദിക്കപ്പെട്ടു. ത്വക്കിന് അകമയും പുറമേയും ഒരു വായു ആവരണമുണ്ട്. അതിലൂടെ ഇന്ദ്രിയാനുഭൂതി വ്യക്തമായി തീരുന്നു. അവിടെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നടക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഹസ്തോരുരുഹതസ്ത്വസ്യ നാനാകർമ്മ ചികീർഷയ തയൂസ്തു ബലവാനിദ്ര ആദാനമുഭയാശ്രയം. അനന്തരം പരമപുരുഷൻ നാനാവിധ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ഇച്ഛിച്ചപ്പോൾ ഇരു കരങ്ങളും അവയുടെ നിയന്ത്രക ശക്തിയും സ്വർഗാധിപതിയായ ഇന്ദ്രനും ആവിർഭവിച്ചു. അതുപോലെ തന്നെ കർമ്മങ്ങൾ ഇരു കരങ്ങളെയും ദേവനെയും ആശ്രയിച്ചു നിൽക്കുന്നവയാണ്. ഗതിം ജിഗീഷിതാപതൗരുഹാതേ അവികാമം അവികാമികാം വദ്ഭ്യാം യജ്ഞ സ്വയം ഹവ്യം കർമ്മ വിക്രിയതേ നൃഭി. നോക്കണേ, ആദ്യത്തെ 2 സ്കന്ധത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങളുണ്ട്. നമ്മൾ സപ്താഹമൊക്കെ എടുക്കുന്ന സമയത്ത്
ഈ ഒരു കാര്യത്തിലോട്ട് നമ്മളാരും പോകുന്നില്ല. ഒറ്റ ഓട്ടമാണ്. 1 2 3 4 5 6 7 9 ദശമസ്കന്ധം, കൃഷ്ണൻ്റെ ലീലകൾ അത്രയുള്ളൂ. ഇത് അടിത്തറ സ്ട്രോങ് ആയെങ്കിൽ രണ്ടാമത്തെ സ്കന്ധം മനസ്സിലാവും, രണ്ടാമത്തെ സ്കന്ധം മനസ്സിലായി 3 മനസ്സിലാവും, 3ആണെങ്കിൽ 4 5 6 7 8 അങ്ങനെയാണ് ദശമത്തിലെത്തേണ്ടത്. അന്നേരമാണ് നമുക്ക് കൃഷ്ണൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാവും. പക്ഷെ സപ്താഹം എന്ന് പറയുമ്പോൾ ഠക്ക് എന്ന് പറയുമ്പോൾ ഒറ്റ ഓട്ടമാണ്. പാരായണക്കാരൻ പറഞ്ഞിട്ട് ഒറ്റ ഓട്ടമാണ്. ശ്ലോകം തീർത്ത് ഒന്നാമത് പാരായണം കഴിഞ്ഞു, തീർത്തു, എന്നിട്ട് എല്ലാം എടുത്തിട്ട് ഭാഗവതം പറയാൻ ഇന്ന് എടുത്തു ഒറ്റയേറി, സമാധാനമായി, ചായ എവിടെ, കടി എവിടെ, ഒരു വിധം തീർത്തു എന്നുള്ള സംഭവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് പ്രഭാഷണം കൊടുക്കുന്ന ആള് പാരായണം ചെയ്ത് എന്ത്, പ്രഭാഷണം കൊടുക്കാൻ എന്ത്, ഭാഗവത്തിൽ എന്ത്, നാരായണ നാരായണ, ഒരു കണക്ഷനുണ്ട്. നാട്ടിലെന്താണ് നടക്കുന്നത്? ഈ പാർട്ടി ശരിയല്ല, ആ പാർട്ടി ശരിയല്ല, എല്ലാം കൊണ്ടും ഈ പാർട്ടിയാണ് നല്ലത്, അതുകൊണ്ട് ഞാൻ വോട്ട് കൊടുക്കുന്ന ഈ പാർട്ടിക്കാണ്. ഭഗവാൻ വിചാരിക്കും ഇത് എന്തിനെ കുറിച്ചാണ് ഇത് ഭാഗവതമാണോ അതോ പൊളിറ്റിക്കൽ പാർട്ടി ചർച്ച, പാർട്ടി കമ്മിറ്റി മീറ്റിംഗ്? കാരണം സംസാരിക്കാൻ എന്തെങ്കിലും വേണ്ടേ, എന്തെങ്കിലും ഒന്ന് വേണ്ടേ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണ്ട. മയക്കുണ്ടല്ലോ, രാവിലെ മുതലേ വൈകിട്ട് വരെ എന്തെങ്കിലും പറഞ്ഞെങ്കിലല്ലേ ദക്ഷിണ കിട്ടൂ അല്ലേ? പിന്നെ കമ്മിറ്റിക്ക് ഇത് ചെയ്ത് അത് ചെയ്ത് ഈ ഒരു പൂജ നിങ്ങൾ ചെയ്യണം, ഈ പൂജ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അതിനെ സംബന്ധിച്ച് ഒരു കഥയും കൂടെ ചെയ്തിട്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടൊരാണ്. ഇതാണ് സപ്താഹം. പൊതുവെ എല്ലാ സപ്താഹം അങ്ങനെയല്ല കേട്ടോ, പൊതുവെ കൂടുതൽ. ഹരേ കൃഷ്ണ. ഇനി 25ാമത്തെ ശ്ലോകം. ഈ നമ്മൾ രണ്ടാമത്തെ തീർന്നിട്ടില്ല, ഇത് 2 സ്കന്ധങ്ങളാവുന്നേ ഉള്ളൂ. എത്ര കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കും. ഇതാണ് ശ്രീല പ്രഭുപാദിയുടെ ഭാഗവതം. എത്ര മനോഹരമാണ് നോക്കണേ, എന്തുമാത്രം കാര്യങ്ങളുണ്ട് 2 സ്കന്ധത്തിൽ. ഇത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ജന്മം പോരാ. ഈ ചതുശ്ലോകി ഭാഗവതം, അതിൻ്റെ അർത്ഥം അത് മാത്രം ഓർത്താലേ നമ്മുടെ അഹങ്കാരമൊക്കെ തീരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗതീം ജിഗീഷതാ പാദൗ രുരുഹാദേ അഭികാമികാം പദ്ഭ്യാം യജ്ഞ സ്വയം ഹവ്യം കർമ്മവി ക്രിയതേ നൃഭി. ചലനങ്ങളെ നിയന്ത്രിക്കാൻ അദ്ദേഹം ഇച്ഛിക്കുകയാൽ പാദങ്ങൾ ഉൽപ്പത്തിയാക്കപ്പെട്ടു. പാദങ്ങളിൽ നിന്ന് വിഷ്ണു എന്ന പേരായ നിയന്ത്രിക്കുക വേദൻ നിയന്ത്രക ദേവൻ ഉൽപ്പത്തിയാക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്വന്തം നേട്ടത്തിലുള്ള ഈ പ്രവൃത്തി ഹേതുവായാണ് എല്ലാവിധ മനുഷ്യരും കർത്തവ്യനിരതമായ സ്വാഭാവിക കർമ്മങ്ങൾ വ്യഗ്രതയോടെ നിയുക്തരായിരിക്കുന്നത്. എൻ്റെ പരിചയത്തിലുള്ളൊരു മുതിർന്ന ഭക്തനുണ്ട്, ഹരികൃഷ്ണ പ്രസ്ഥാനത്തിലെ. അദ്ദേഹം ഒരിടത്ത് സപ്താഹത്തിന് പോയി. അവിടെ പാരായണം ചെയ്യുന്ന വളരെ ഒരു 20-30 വർഷമായിട്ട് പാരായണം ചെയ്യുന്ന ആളാണ്. അന്നേരം അദ്ദേഹം ഒരു ചുവന്ന പട്ടിട്ടിട്ടുണ്ട്. അന്നേരത്തേക്ക് മനസ്സിലായി എന്താ ഉദ്ദേശിച്ചത്. അന്നേരത്തേക്ക് അദ്ദേഹം ചുമ്മാ ചോദിച്ചു, എന്താ ചുവന്ന പട്ടിരിക്കുന്നത്? ഭാഗവതം 30 വർഷമായിട്ട് പാരായണം ചെയ്യുന്ന ആളാണ്, ഒന്ന് ആലോചിച്ചു. ദേവി ഭക്തനാണ്. അന്നേരം ദേവി ഭക്തനാവുന്ന തെറ്റൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു, ദേവി ഭക്തനാണല്ലേ, ശരി ശരി. എന്നിട്ട് അദ്ദേഹം തന്നെ പറയാം, എല്ലാം ദേവിയല്ലേ? ഒന്നും മനസ്സിലായില്ലല്ലേ ഇതുവരെ? ഇപ്പോഴും സംസാര സാഗരത്തിനകത്ത് കിടക്കുകയാണ്. മായാദേവി, ദുർഗാദേവി മടിയിൽ കിടത്തി ഉറക്കിയിരിക്കുകയാണ്, അതിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അന്നേരം ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമേ, ഗുരു ശിഷ്യ പരമ്പര അനുസരിച്ച് ഭാഗവതം പഠിച്ചെങ്കിൽ മാത്രമേ സംസാര സാഗരത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റൂ. അല്ലെങ്കിൽ വാവോ വാവോ എന്ന് പറഞ്ഞ് മായാദേവി മടിയിൽ കിടത്തി ഉറക്കും. ഭാഗവതം പറഞ്ഞാലും ഭാഗവതം മനസ്സിലാകത്തില്ല, കേട്ടാലും മനസ്സിലാകത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും. നിരഭിദ്യതാശിഷ്ണോ വൈ പ്രജാനന്ദമൃഥാർത്ഥിന ഉപസ്ഥാസീതകാമാനാം പ്രിയം തതുഭയാശ്രയം. അനന്തരം ലൈംഗിക സുഖത്തിന്, സന്താനോൽപത്തിക്കും സ്വർഗീയാമൃതം നുകരുന്നതിനു വേണ്ടി ഭഗവാൻ ജനനേന്ദ്രിയങ്ങളെ ആവിഷ്കരിച്ചു. അപ്രകാരം ജനനേന്ദ്രിയവും അതിൻ്റെ നിയന്ത്രാദേവനായ പ്രജാപതിയും ഉണ്ടായി. ലൈംഗിക ആനന്ദ വിഷയവും നിയന്ത്രിക ദേവനും ഭഗവാന്റെ ജനനേന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലാണ്, നിയന്ത്രണത്തിൻ്റെ കീഴിലാണ്. ആലോചിച്ചോണേ, ഭഗവാന്റെ കീഴിലാണ് ഈ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളും. അതുകൊണ്ടാണ് ഭഗവാനെ ഋഷികേശൻ എന്ന് പറയുന്നത്, ഇന്ദ്രിയങ്ങളുടെ നാഥൻ.
ഉത്സീസൃക്ഷോർധാതുമൂലം നിരവിധ്യതാ വൈകുതം തഥാ പായുസ്തതോ മിത്ര ഉത്സർഗ ഉഭയാശ്രയഃ. മലവിസർജനം ചെയ്യുന്ന കാര്യത്തിൽ പോലും വിസർജ്യം നിയന്ത്രിക്കപ്പെടുന്നു. പിന്നെ എങ്ങനെയാണ് ജീവസത്തിക്ക് സ്വന്തം? പ്രഭുപാദി മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഭഗവാൻ ആഹാര പദാർത്ഥങ്ങളുടെ അവശേഷം പുറത്തു തള്ളാൻ ഇച്ഛിച്ചപ്പോൾ മലദ്വാരം, ഗുദം, അതിനോടനുബന്ധിച്ച സംവേദന സംബന്ധമായ ശരീരാവയം എന്നിവയോ അതിൻ്റെ ദേവനായ മിത്രനും ഉൽപ്പത്തിയാകപ്പെട്ടു. സംവേദക ഇന്ദ്രിയവും വിസർജന തത്വവും നിയന്ത്രിക ദേവന്റെ ആശ്രയത്തിൻ്റെ കീഴിൽ. ഒന്ന് ആലോചിച്ചു, എത്ര രസകരമായിട്ടാണ് നമ്മുടെ പ്രഭുപാദി പറയുന്നത്. മലവിസർജനം ചെയ്യുന്ന കാര്യത്തിൽ പോലും വിസർജ്യം നിയന്ത്രിക്കപ്പെടുന്നു. പിന്നെ എങ്ങനെയാണ് ജീവസത്തിക്ക് സ്വന്തം എന്ന് അവകാശപ്പെടാൻ കഴിയുക? എല്ലാം നമ്മുടെ അകത്തുനിന്ന് മാലിന്യങ്ങൾ പുറത്തു പോകണമെങ്കിൽ വേണമെങ്കിൽ ഭഗവാൻ തീരുമാനിക്കണം. ഭഗവാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ചില ആൾക്കാർ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് നടക്കും. ഭഗവാൻ ഔട്ട്പുട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ആകെ എല്ലാം കൂടെ ചോക്കായി ആളും തീരും. അന്നേരം നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് പുറത്തു പോകണമെങ്കിൽ പോലും നമ്മൾ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. ഭഗവാൻ അവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. എല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. ആസിസ്പൃശോ പുരാ പൂര്യോ പുര്യാനാഭിദ്വാരമവാപ്നത തത്രാഭാനസ്തദാ മൃത്യു പൃഥക്ത്വമുഭയാശ്രയം. അതിനുശേഷം ഭഗവാൻ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചലിക്കുവാൻ ഇച്ഛിച്ചപ്പോൾ നാഭിയും പ്രയാണവായുവും മൃത്യുവും സംയുക്തമായി സൃഷ്ടിക്കപ്പെട്ടു. നോക്കണേ, നാഭിയാണ് കണക്ഷൻ നമ്മുടെ സൂക്ഷ്മ ശരീരമായിട്ട് മനസ്സിലാക്കുക. നാഭിയും പ്രയാണവായുവും മൃത്യുവും സംയുക്തമായി സൃഷ്ടിക്കും. നാഭിയും മൃത്യുവിനും വേർപ്പെടുത്തുന്ന ശക്തിക്കും മാതാവിൽ നിന്നും ഗർഭസ്ഥനായ ശിശുവിനെ വേർപ്പെടുത്തുന്ന ശക്തിക്കും ആശ്രയമാകുന്നു. നോക്കണേ, എത്ര മനോഹരമായിട്ട് പ്രഭുപാദി ഭാവത്തിൽ ഓരോ കാര്യം. ആദീത്സോത്സരന്ന പാനാനാമസൻ ഗുക്ഷന്ദ്രനാടയ നദ്യ സമുദ്രാശ്ച തയോ സൃഷ്ടി പൃഷ്ടിസ്തദാശ്രയേ. ഭക്ഷണവും പാനീയവും സ്വീകരിക്കുവാനുള്ള ഇച്ഛ ഉണ്ടായപ്പോൾ ഉദരവും ശുദ്ധരക്തവാഹിനികളും സുസ്പഷ്ടമായി തീരുന്നു. നദികളും സമുദ്രങ്ങളും അവയുടെ ജീവസന്ധാരണത്തിൻ്റെയും അപജയത്തിൻ്റെയും ഉറവിടമാകുന്നു. ബാക്കിയുള്ള കാര്യങ്ങളും വന്നു. നിധിധ്യാസ്വരോ ആത്മമായാം ഹൃദയം നിരുവിധ്യത തതോ മനശ്ചന്ദ്ര ഇതി സങ്കല്പകാമ ഏവച. അനന്തരം ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സ്വകീയ ശക്തിയുടെ ലീലകളെക്കുറിച്ച് മനനം ചെയ്യാൻ ഇച്ഛയുണ്ടായപ്പോൾ ഹൃദയം, മനസ്സ്, ചന്ദ്രൻ, നിശ്ചയം, കാമം ഇത്യാദികൾ ആവിഷ്കൃതമായി തീരുന്നു. നോക്കണേ, ഇതെല്ലാം ഭഗവാൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്. ത്വക്ചർമാസുരിധര മേധോമജ്ഞാതിധാതവ ദുമ്യപ്തേജോമയ സപ്തപ്രാണോ വ്യോമാംബുവായുഭീ. ത്വക്ചർമ്മം, മാംസം, രക്തം, മേധസ്, മജ്ജ, അസ്ഥി എന്നീ ശരീരത്തിൻ്റെ സപ്തഘടകങ്ങളെല്ലാം ഭൂമി, ജലം, അഗ്നി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതും അതേസമയം പ്രാണവായു, ആകാശം, ജലം, വായു എന്നിവയാൽ ആവിഷ്കരിക്കപ്പെടുന്നതുമായിരുന്നു. 32ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഗുണാത്മകാനിന്ദ്രിയാണി ഭൂതാനി പ്രഭവ ഗുണ മനസ്സർവവികാരാത്മബുദ്ധിർ വിജ്ഞാനരൂപിണി. ഇന്ദ്രിയങ്ങൾ ഭൗതിക പ്രകൃതി ഗുണങ്ങളോട് അനുബന്ധിച്ചിട്ടുള്ളതും ഭൗതിക പ്രകൃതി ഗുണങ്ങൾ മിഥ്യാനുഭവത്തിൻ്റെ അഥവാ മിഥ്യാഹങ്കാരത്തിൻ്റെ ഉൽപ്പന്നമാകുന്നു. മനസ്സ് എല്ലാവിധ ഭൗതിക അനുഭവങ്ങൾക്കും വിധേയമാക്കപ്പെട്ടതും ബുദ്ധി മനസ്സിൻ്റെ അവഗാഢ ചിന്തയുടെ രൂപവുമാകുന്നു. ഏതദ് ഭഗവതോ രൂപം സ്ഥൂലം തേ വ്യാഹൃതം മഹ്യാധിഭിശ്ചാവരണൈരഷ്ടഭേദ്ബഹുരാവൃതം. ഇപ്രകാരം ഇവയെല്ലാം മുഖേന ഗ്രഹങ്ങളെപ്പോലെ സ്ഥൂല രൂപങ്ങളാൽ പരമദൈവത്വം പുരുഷൻ്റെ ബാഹ്യരൂപം ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതെല്ലാം ഞാൻ മുഖേന നിങ്ങൾക്ക് വിശദമാക്കിപ്പെട്ടിട്ടുണ്ട്. അഥാപരം സൂക്ഷ്മതാ വ്യക്തം നിർവിശേഷണം അനാദിമധ്യനിധനം നിത്യം വാഗ്മനസാപരം. ആകയാൽ ഇതിനുപരിയായി സൂക്ഷ്മത്തിലും സൂക്ഷ്മമായ ഒരു ആത്മജ്ഞാനപരവും സർവാതിശയമായ തീന്ദ്ര ആവിഷ്കാരമുണ്ട്. അതിന് ആരംഭമോ മധ്യമോ അവസ്ഥയോ അവസാനമോ ഇല്ല. ആകയാൽ അത് അഭിവജ്ഞനത്തിൻ്റെയും മാനസിക ഊഹാപോഹത്തിൻ്റെയും പരിധിക്ക് അതീതമാണ്. മാത്രമല്ല അത് മനസ്സങ്കല്പങ്ങളിൽ തികച്ചും വ്യത്യസ്തവുമാണ്. ഇതിനപ്പുറത്തായിട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് പറയുന്നു.
അമുനി ഭഗവദ്രൂപേ മയാ ദേഹേനുവർണിതേ ഉഭേ അപി ന ഗ്രഹ്യന്തി മായാസൃഷ്ട വിപശ്ചിത. ഭൗതികമായ വീക്ഷണകോണിൽ നിന്നും താങ്കൾക്ക് വിശദമാക്കി തന്നതുപോലെ മുകളിൽ പ്രസ്താവിച്ച ഇരു രൂപങ്ങളും ഭഗവാനെ പൂർണ്ണമായി അറിയുന്ന പരിശുദ്ധ ഭക്തർ സ്വീകരിക്കുന്നു. അന്നേരം ഭഗവാനെ അറിയുന്ന ഭഗവത് ഭക്തർ ഈ ഭൗതിക അസ്തിത്വത്തിൻ്റെ പുറകെ പോകാറില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി സവാച്യവാചകതയാ ഭഗവാൻ ബ്രഹ്മരൂപദൃഗ്നാമരൂപക്രിയാ ദത്തേ സകർമാർഗപര പരമദിവ്യോത്തം പുരുഷൻ. അദ്ദേഹത്തിന് അതീന്ദ്രിയ നാമം, ഗുണം, ലീലകൾ, പാർശ്വതൻ, അതീന്ദ്രിയ വൈവിധ്യങ്ങൾ ഇത്യാദികൾക്ക് വിഷയമായിരിക്കുന്നതിനാൽ അദ്ദേഹം സ്വയം അതീന്ദ്രിയ രൂപത്തിൽ പ്രത്യക്ഷനാകുന്നു. അത്തരത്തിലുള്ള എല്ലാ കർമ്മങ്ങളാലും അദ്ദേഹം പ്രഭാവിതനല്ലെന്നു വരികിലും അദ്ദേഹം അവണ്ണം വ്യാപൃതനാണെന്ന് ബാഹ്യദൃഷ്ടിയാ തോന്നിപ്പിക്കുന്നു. ഓക്കെ, ഇതിനെല്ലാം അപ്പുറത്താണ് ഭഗവാന്റെ സൃഷ്ടി, ഭഗവാന്റെ ആധ്യാത്മിക രൂപം ഈ ഭൗതിക സൃഷ്ടിക്ക് അപ്പുറത്താണ്. അതെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. എല്ലാവരും വിചാരിക്കുന്നു ഭഗവാൻ ഈ സൃഷ്ടിക്ക് അകത്തുള്ളതാണ്, ഭഗവാൻ സൃഷ്ടിച്ചതാണ് ഇത്. എന്നാൽ സൃഷ്ടികർത്താവായ ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടിക്കകത്ത് വരുന്നത്? പ്രജാപതിൻ മനൂൻ ദേവൻ ഋഷീൻ പിതൃഗണാൻ പൃഥക് സിദ്ധചാരണ ഗന്ധർവാൻ വിദ്യാധരാസുരഗുഹ്യകാൻ കിന്നരാപ്സരസോ നാഗാൻ സർപ്പാൻ കിംപുരുഷനാരാൻ മാതൃരക്ഷ പിശാചാംശ പ്രേതഭൂത വിനായകാൻ കുഷ്മാണ്ഡോന്മാദവേതാളൻ യാതന്വാൻ കൃഷ്ണാനപി ഖഗാ മൃഗാൻ പശൂൻ വൃക്ഷാൻ ഗിരിനൃഭാ സരസൃഭാൻ ദിവീദാശ്ചതുർവിധായേന്യ ജലസ്ഥലനൗഭസ കുശലാകുശലമിശ്ര കർമ്മണാം ഗതയസ്തുന്മഹാം. അല്ലയോ രാജാവേ, ശ്രദ്ധിച്ച് കേൾക്കും എല്ലാവരും. എല്ലാ ജീവസത്തുക്കളും, ഹരേ കൃഷ്ണ, ഇപ്പോൾ 6 മണിയാകുമ്പോൾ തീരും കേട്ടോ ഈ ശ്ലോകം. ഈ ഒരു അധ്യായം കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ഈ ഒരു 2ാമത്തെ സ്കന്ധം തീരുകയാണ്. അതോടുകൂടി നമ്മൾ നിർത്തുകയാണ്. ബാക്കി 3ാമത്തെ സ്കന്ധം നാളെ മുതൽ ആരംഭിക്കണം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കൂ. അല്ലയോ രാജാവെ, എല്ലാ ജീവസത്തുക്കളും അവരവരുടെ പൂർവ്വകർമ്മ ഫലങ്ങൾക്കനുസരിച്ച് പരമോന്നത ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എന്നിൽ നിന്നും അറിയുക. ബ്രഹ്മാവും ദക്ഷനെ പോലുള്ള അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും വൈവസ്വത മനുവിനെ പോലുള്ള നീന്തകാലികൻ നായകന്മാരും ഇന്ദ്രനെയും ചന്ദ്രനെയും വരുണനെയും പോലുള്ള ദേവന്മാരും ഭൃഗുവിനെയും വ്യാസനെയും വസിഷ്ഠനെയും പോലുള്ള മഹാഋഷികളും പിതൃലോകത്തിലെ സിദ്ധലോകത്തിലെ നിവാസികളും ചാരണന്മാരും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും അസുരനും യക്ഷരും കിന്നരന്മാരും അപ്സരസുകളും നാഗരും സർപ്പങ്ങളും വാനര രൂപത്തിലുള്ള കിംപുരുഷന്മാരും മാനവരും മാതൃലോകവാസികളും രാക്ഷസന്മാരും രക്ഷസുകളും ഭൂതപ്രേത പിശാചുകളും ദുരാത്മാക്കളും ദുർദേവതന്മാരും ഭ്രാന്തന്മാരും നല്ലതും ചീത്തയുമായ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കുട്ടിച്ചാത്തന്മാരും വേതാളങ്ങളും തീപിശാചുകളും വന്യമൃഗങ്ങളും പക്ഷികളും വിട്ടുമൃഗങ്ങളും ഉരകങ്ങളും പർവ്വതങ്ങളും സർവ്വചരാചരങ്ങളും ഭ്രൂണങ്ങളിൽ നിന്നും മുട്ടകളിൽ നിന്നും വിയർപ്പിൽ നിന്നും ബീജങ്ങളിൽ നിന്നും ജനിക്കുന്ന ജീവസത്തുക്കളും മറ്റുള്ളവയും അവ ജലത്തിലോ കരയിലോ ആകാശത്തിലോ ആയിരുന്നാലും സന്തോഷത്താലോ സന്താപത്താലോ അല്ലെങ്കിൽ സന്തോഷവും സന്താപവും കൂടി കലർന്നായിരുന്നാലും അവയെല്ലാം അവയുടെ പൂർവ്വകർമ്മങ്ങൾക്കനുസരിച്ച് പരമദിവ്യോത്ത പുരുഷനാൽ സൃഷ്ടിക്കപ്പെടുന്നു. ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ. എന്തൊക്കെയാണെങ്കിലും അതെല്ലാം വരുന്നത് ആരിൽ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണെങ്കിലും. ഇനി ഇതാരാ പറയുന്നത്? എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടില്ലേ? ഇനി ചോദ്യമൊന്നുമില്ല പരീക്ഷ. ഇനി 41ാമത്തെ ശ്ലോകം. സത്വം രജസ്തമൈരി ത്രിസർഗ സുരൻ നൃനാരക തത്രപ്യേകൈകശൂരാജൻ വിദ്യന്തേ ഗതയസ്ത്രിത യഥൈകൈകതരോന്യഭ്യാം സ്വഭാവ ഉപഹന്യതേ. സത്വം രജസ് തമസ് എന്നീ വ്യത്യസ്ത ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ച് ദേവന്മാർ, മനുഷ്യർ, നാരകീയ ജീവസത്തുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന വിഭിന്ന ജീവസത്തുക്കളുണ്ട്. ഹേ രാജാവേ, ഒരു പ്രത്യേക പ്രകൃതി ഗുണം പോലും മറ്റു 2 ഗുണങ്ങളുമായി സമ്മിശ്രമായി 3ആയി വിഭജിക്കപ്പെട്ടു. അപ്രകാരം ഓരോ ഗുണത്തിലുമുള്ള ജീവസത്ത മറ്റു ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുകയും അങ്ങനെ അതിൻ്റെ സ്വഭാവം ആർജിക്കുകയും ചെയ്യുന്നു. അപ്പം 3 ഗുണങ്ങൾ, സത്വം രജത് തമോ ഗുണം. ഈ 3 ഗുണങ്ങൾ, സത്വഗുണത്തിനകത്ത് സത്വം രജം തമോ ഗുണം, സത്വഗുണത്തിനകത്തുള്ള സത്വഗുണത്തിൽ വീണ്ടും സത്വം രജം തമോ ഗുണം, ഇനി സത്വഗുണത്തിനകത്തുള്ള സത്വഗുണത്തിൻ്റെ അകത്തുള്ള സത്വഗുണത്തിൽ വീണ്ടും സത്വരജ തമോ ഗുണം. അങ്ങനെ തമോ ഗുണത്തിൻ്റെ അകത്തും സത്വഗുണം, തമോ ഗുണത്തിനകത്തും സത്വം രജം തമോ ഗുണം, തമോ ഗുണത്തിനകത്തുള്ള തമോ ഗുണത്തിൽ വീണ്ടും സത്വം രജം തമോ ഗുണം. ഇങ്ങനെ കോമ്പിനേഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ 84 ലക്ഷം കോമ്പിനേഷനുണ്ട് സത്വരജ തമോ ഗുണത്തിൻ്റെ. അതിനനുസരിച്ചാണ് ഓരോ ശരീരങ്ങൾ വരുന്നത്.
ഇതാലോചിച്ചു, എത്ര കിടിലമാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ച സൃഷ്ടി ഇത്രയും സൂപ്പറാണെങ്കിൽ ഇതിനപ്പുറത്തായിട്ടുള്ള ഭഗവാന്റെ ലോകം എന്തുമായിരിക്കും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സവേവൈദം ജഗദാത ഭഗവാൻ ധർമ്മരൂപദൃക് പുഷ്ണാദി സ്ഥാപയൻ വിശ്വം തിര്യൻ നരസുരാധിപി. അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷൻ പ്രപഞ്ചത്തിലെ സകലത്തിൻ്റെയും പരിപാലകനാകിയാൽ സൃഷ്ടിപ്രക്രിയയ്ക്കു ശേഷം വിഭിന്ന അവതാരങ്ങളിൽ അവതരിക്കുകയും അപ്രകാരം മനുഷ്യർക്ക് മനുഷ്യരല്ലാത്തവർക്കും ദേവന്മാർക്കും മധ്യയുള്ള എല്ലാവിധ ബദ്ധാത്മാക്കളെയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. നോക്കണേ. തഥാ കാലാഗ്നിരുദ്രാത്മയാത് സൃഷ്ടിമിതാത്മനാ സംനിയച്ഛതി തത്കാലേ ഘനാനികാമിവാനില. അനന്തരം യുഗാന്ത്യത്തിൽ ഭഗവാൻ സ്വയം ഹന്താവായ രുദ്രന്റെ രൂപത്തിൽ അനിലൻ മേഘങ്ങളെ എന്ന പോലെ സമ്പൂർണ്ണ സൃഷ്ടിയെ ഉന്മൂലനം ചെയ്യുന്നു. ഹരിബോൾ. 44-ാമത്തെ ശ്ലോകം. ഇത്തം ഭാവേന കഥിതോ ഭഗവാൻ ഭഗവത്തമ നീത്തം ഭാവേന ഹി പരം ദൃഷ്ടുമർഹതി സൂര്യ. പരമദിവ്യോത്ത പുരുഷന്റെ കർമ്മങ്ങളെക്കുറിച്ച് മാത്രം ശ്രേഷ്ഠ അതീന്ദ്രിയവാദികൾ അപ്രകാരം വർണ്ണിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഭക്തന്മാർ ഈ സവിശേഷതകൾക്കുപരി അത്യന്തം മഹത്തായ കാര്യങ്ങൾ അതീന്ദ്രിയ ദർശിക്കുവാൻ അർഹരാകുകയും ചെയ്യുന്നു. നാസ്യ കർമ്മണി ജന്മതോ പരസ്യാനുവിധീയതേ കർത്തൃത്വ പ്രതിഷേധാർത്ഥം മായയാ രൂപിതം ഹി തത്. ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടി സംഹാര കർമ്മങ്ങൾ ഭഗവാനാൽ നേരിട്ട് നിർവഹിക്കപ്പെടുന്നില്ല. ഭൗതിക പ്രകൃതിയാണ് സൃഷ്ടാവ് എന്ന സങ്കല്പത്തെ ഖണ്ഡിക്കുവാനായി മാത്രമായിട്ടാണ് എന്നാണ് ഭഗവാന്റെ നേരിട്ടുള്ള ഇടപെടലിനെ കുറിച്ച് വേദങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഡയറക്റ്റ്ലി അല്ല ചെയ്യുന്നത്, പക്ഷേ പ്രകൃതിയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു ഉത്തരം കൊടുക്കാനായിട്ടാണ് ഭഗവാന്റെ ഇടപെടലുകളെക്കുറിച്ച് വേദങ്ങളിൽ പറയുന്നത്. ഭഗവാൻ ഡയറക്റ്റ്ലി ഒന്നും ചെയ്യുന്നില്ല, ഭഗവാൻ ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ ഭഗവാന്റെ ആ ഒരു ഭഗവാനെക്കുറിച്ച് വിവരണം വരുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ പറയാം. അയം തു ബ്രഹ്മണ കൽപ്പ സവികൽപ ഉദാഹൃത വിധി സാധാരണോ യത്ര സർഗോ പ്രാകൃതേ വൈകൃതി. ഇതിൽ സംക്ഷേപമായി വിവരിച്ചിരിക്കുന്ന ഈ സൃഷ്ടി സംഹാര പ്രക്രിയയിൽ ഒരു ബ്രഹ്മദിന കാലയളവിലെ നിയമമാകുന്നു. ഒരു ബ്രഹ്മദിനയുടെ ഒരു ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് ഏതിലാണോ ഭൗതിക പ്രതി അപ്രത്യക്ഷമായി ആ മഹത് സൃഷ്ടിയിൽ നിയമവുമാകുന്നു. ഇനി 46-ാമത്തെ ശ്ലോകം. ഇനി 47-ാമത്തെ ശ്ലോകം. പരിമാണം ച കാലസ്യ കൽപ്പലക്ഷണ വിഗ്രഹം യഥാ പുരസ്താദ് വ്യാഖ്യാസ്യേ പാത്മം കൽപ്പമേദോഷണു. അല്ലയോ രാജാവേ, കാലപരിമാണത്തെ ഓരോന്നിൻ്റെയും സവിശേഷ ലക്ഷണങ്ങളോടും അതിൻ്റെ സൂക്ഷ്മവും സ്ഥൂലവുമായ സവിശേഷതകളെക്കുറിച്ച് യഥാസമയം ഞാൻ വിശദമാക്കും. എന്നാൽ ഇപ്പോൾ പാത്മകൽപ്പത്തെക്കുറിച്ചുള്ള അങ്ങേക്ക് വിശദമാക്കി തരുവാൻ എന്നെ അനുവദിച്ചാലും. എല്ലാ കൽപ്പങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി പത്മകൽപ്പത്തെക്കുറിച്ച്. ഓരോ കൽപ്പത്തിനും ഓരോ പേരുണ്ട്. ഓരോ കൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മദേവൻ്റെ ഓരോ ദിവസമാണ്. അങ്ങനെ ഒരു മാസം, ഒരു വർഷം, 100 വർഷം, ഓരോ കൽപ്പത്തെ വിവരിച്ചുകൊണ്ടിരുന്ന നമ്മൾ അന്നേരത്തേക്ക് കൽപ്പത്തിലേ കാണത്തില്ല, അല്ലേ? ശൗനകുവാച യഥാഹനോ ഭവാൻ സൂദക്ഷത്ത ഭാഗവതോത്തമ ചചാരതീർത്ഥാനൈ ഭുവസ്തക്ത്യാ ബന്ധുൻ സുദുസ്ത്യജാൻ. ഉപേക്ഷിക്കാൻ അത്യന്തം പ്രയാസകരമായ ബന്ധുജനങ്ങളെ എല്ലാം പരിത്യജിച്ച് വിധുരർ അപ്രകാരമാണ് കൊട്ടാരം ഉപേക്ഷിച്ചെന്ന് സൂതഗോസ്വാമി ശൗനക ഋഷിയുടെ മുമ്പ് തന്നെ വിശദമാക്കിയിരുന്നതിനാൽ സൃഷ്ടിയെക്കുറിച്ചെല്ലാം ശ്രവിച്ചതിന് ശേഷം ശൗനക ഋഷി സൂതഗോസ്വാമിയുടെ ഇതിനെക്കുറിച്ച് ആരാഞ്ഞു. അന്നേരം ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശൗനകാദി ഋഷികൾ വിചാരിച്ചു, ഒരു മിനിറ്റ്, നമ്മുടെ വിതുരർ എന്തോ പോകുന്നതായിട്ടെങ്കിൽ നമുക്കൊരു സൃഷ്ടിയെ കുറിച്ച് ഓക്കെ, നമ്മൾ വിതുരനെ കുറിച്ച് ഒന്നും കൂടെ പറയാം. കാരണം സൃഷ്ടിയെക്കുറിച്ച് പോകുന്ന കൃഷ്ണനിലേക്ക് എത്തുന്നില്ല. അന്നേരം ശൗനകാദി ഋഷികൾ ഇഷ്ടപ്പെട്ടു, സംഭവമൊക്കെ കിടലായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് അറിഞ്ഞാൽ വളരെ അധികം കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. ശൗതു ഗൗശരാവേത്സസ്യ സംവാദോധ്യാത്മസംശ്രിത യദ്വാ സ ഭഗവസ്തസ്മൈ പൃഷ്ടസ്തത്തുമാവാചഃ ബ്രൂഹി നസ്തിദം സൗമ്യ വിദുരസ്യ വിചേഷ്ടിതം ബന്ധുത്യാഗനിമിത്തം ച യഥൈവാഗതൻ പുനഃ. ശൗനക ഋഷി പറഞ്ഞു, ആധ്യാത്മിക കാര്യങ്ങളുടെ മേൽ സംവാദം ചെയ്ത വിതുരർക്കും മൈത്രിയിനും മധ്യേ ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും
വിതുരൻ ആരാഞ്ഞത് എന്തൊക്കെയാണെന്നും അതിനെ മൈത്രേയി നൽകപ്പെട്ടിയ മറുപടികളും എന്തൊക്കെയാണെന്നും ദയവായി ഞങ്ങൾക്ക് പറഞ്ഞു തരിക. മാത്രവുമല്ല, വിതുരൻ അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധുക്കളെയും ബന്ധുമിത്രാദിനെ ഉപേക്ഷിച്ചത് കാരണം എന്തെന്നും അദ്ദേഹം വീണ്ടും ഭവനത്തിലേക്ക് മടങ്ങിച്ചെന്ന് എന്തുകൊണ്ടാണെന്നും ദയവായി വിശദമാക്കുക. കൂടാതെ പുണ്യസ്ഥലങ്ങളിലായിരുന്ന വേളയിൽ വിതുരയുടെ കർമ്മങ്ങളെക്കുറിച്ച് ദയവായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരിക. ശൗനകാന്തി ഋഷികൾ നല്ല ബുദ്ധിശാലികളാണ്. സൃഷ്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ വിചാരിച്ച കൃഷ്ണനിലേക്ക് എത്തുമെന്ന്. പക്ഷേ ഇത് കൃഷ്ണനിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഇത് എന്താ പറയണ്ടേ അല്ലേ? എന്നിട്ട് നമുക്ക് ബുദ്ധിപരമായിട്ട് വിതുരനെ കുറിച്ച് ചോദിക്കാം. വിതുരനാകുമ്പോൾ കറക്റ്റ് കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തും. എന്നിട്ട് പറയാം, ഇതിവിടെ നിൽക്കട്ടെ, വിതുരനെ കുറിച്ചൊന്ന് പറയുമോ? വിതുരൻ എന്താണ് സംസാരിച്ചത്? ആരൊക്കെയാണ് കണ്ടത് ഒന്ന് പറയാം. കാരണം അത് വിതുരൻ ചെന്ന് കാണുന്നത് ഉദ്ധവനെയാണ്. ഉദ്ധവൻ ഉടനെ കൃഷ്ണനെക്കുറിച്ച് പറയുക. അന്നേരം കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയാണ് ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരത്തേക്ക് ഉടനെ ശൗനകാന്തി ഋഷികൾ ബുദ്ധിപരമായിട്ട് വിതുരരെക്കുറിച്ച് ചോദിക്കുകയാണ്. കാരണം ഇത് എവിടെയോ പോകുന്നു, സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെ പോവുകയാണ്. അന്നേരത്തേക്ക് നമുക്ക് ആദ്യം അവരെക്കുറിച്ച് കേൾക്കണം, വിതുരരെക്കുറിച്ച് കേട്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കണം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൂത ഉവാച രാജ്ഞാ പരീക്ഷിത പൃഷ്ടോ യദവോചൻ മഹാമുനി തദ്വാഭിദാസ്യേ ശൃണ്വന്തു രാജ്ഞാ പ്രശ്നാനുസാരഥ. ശ്രീ സൂത ഗോസ്വാമി ഇപ്രകാരം വിശദീകരിച്ചു. പരീക്ഷിത മഹാരാജാവിൻ്റെ അന്വേഷണങ്ങൾ ഉത്തരമായി മഹാമുനിയിൽ വിശദമാക്കിയപ്പെട്ട അപ്തി കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവയെ ദയവായി ശ്രദ്ധാപൂർവം ശ്രവിക്കൂ. ഹരി ബോൽ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്കന്ധം ഒരുവിധം കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ രീതിയിൽ രണ്ടാമത്തെ ദിവസം പാരായണത്തിൽ 4-ാമത്തെ സ്കന്ധം കഴിഞ്ഞ് 5-ാമത്തെ സ്കന്ധം 9 അധ്യായമെങ്കിലും കഴിയേണ്ടതാണ്. ഇപ്പം നമ്മൾ രണ്ട് സ്കന്ധമേ കഴിച്ചിട്ടുള്ളൂ. അത് സപ്താഹെന്ന് പേരുണ്ട്. ഗുരുവായൂരപ്പനെ അറിയത്തുള്ളൂ എപ്പോഴാണ് തീരുന്നത്. പക്ഷെ കൊള്ളാമല്ലേ? ഞാൻ വിചാരിക്കുന്നു 7 ദിവസം കൊണ്ട് എത്രയും ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെയ്യാം അല്ലേ? എല്ലാം ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. എന്തായാലും ദശമസ്കന്ധം തുടങ്ങിയെങ്കിലും ചെയ്യും, അത് ഞാൻ ഉറപ്പൊന്നുമില്ല. അന്നേരം എന്തു പറയുന്നത്, ഇപ്പോൾ 2-ാമത്തെ സ്കന്ധം വിജയകരമായിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി 3-ാമത്തെ സ്കന്ധം നമുക്ക് ആരംഭിക്കാം. അന്നേരം നാളെ മുതൽ രാവിലെ 3-ാമത്തെ സ്കന്ധം ആരംഭിക്കുകയാണ്. പക്ഷേ കിടിലോ അല്ലേ? പക്ഷേ എന്തായാലും ഭാഗവതം നമ്മുടെ തീർന്നിരിക്കുകയാണ്. കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകിയിരിക്കുന്നത് ബ്രഹ്മദേവന് ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഭാഗവതമാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഭാഗവതം എന്തായാലും കഴിഞ്ഞു ഓൾറെഡി. 4 ചതുശ്ലോകീയ ഭാഗവതം പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ചതുശ്ലോകീയ ഭാഗവതം? എല്ലാ സൃഷ്ടിക്കും തുടക്കത്തിലും മധ്യത്തിലും അന്ത്യത്തിലും ഞാനാണ്. രണ്ടാമത് എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകകളും ഭഗവത് സംബന്ധമാണെങ്കിൽ മാത്രമേ അതിന് വിലയുള്ളൂ, അല്ലെങ്കിൽ പുല്ല് വിലയാണ്. മൂന്നാമത് എന്താണ്? എല്ലാത്തിൻ്റെ അകത്തും പുറത്തും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇത് 4-ാമത് എന്താണ്? ഭഗവാനെ കണ്ടെത്തണമെന്ന് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവനെ എവിടെ വെച്ചാലും അവൻ കണ്ടെത്തും എന്നുള്ളതാണ്. ഒരു ഭക്തൻ പറയുന്നു, ദിവസം കൂടിയാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഭാഗവതം കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് പറയും. ഒരു ഭക്തൻ പറയുന്നു 14 ദിവസമാകുമ്പോൾ. ഹരേ കൃഷ്ണ. നോക്കാം. ഇനി നമുക്ക് നാളെ രാവിലെ 3-ാമത്തെ സ്കന്ധം ആരംഭിക്കാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ രാധാ പവന പുരാധീശൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.